ഭവനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാനിനി പാപിയല്ല, ഞാൻ നീതിമാനും കർത്താവിൽ ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാനിനി രോഗിയല്ല, എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. എൻ്റെ വേദനകളെ യേശു വഹിച്ചതുകൊണ്ട്, എൻ്റെ ദാരിദ്ര്യത്തെ യേശു വഹിച്ചതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധിയൊക്കെയും അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് അറിയിക്കുവാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ നടക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരു മനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കർത്താവ് നമ്മളെ സകലത്തിലും സാക്ഷ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ പരാജയപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ അത്ഭുതമാക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരും കർത്താവിലൊരു അത്ഭുതമാണ്. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സാക്ഷികൾ തന്നെയാണ്. ആമേൻ. നമുക്ക് ഇന്നേയും പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വരുന്നു. ആ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ സാക്ഷ്യമാക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചനഭാഗങ്ങൾ എന്തിനെപ്പറ്റിയുള്ള ചിന്തയാണെന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ദൈവത്തോടടുക്കുമ്പോൾ ദൈവം ദൈവത്തോടടുത്ത് വന്നാൽ ദൈവം നമ്മളോടടുത്ത് വരും. ഞങ്ങളെ വിട്ടോടിപ്പോകും. നമ്മൾ വാക്യം മാത്രമാണ് പറഞ്ഞത്. ഇന്നലത്തെ ഒരു വിഷയമുണ്ടായിരുന്നു, ദൈവത്തോടടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുമോ എന്നൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വചനം പറയണ്ട, വചനം നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരുന്നു നമ്മുടെ ചിന്ത എന്ന്. അപ്പോൾ എല്ലാ ദിവസവും ഞാനിത് എന്തിനാ ചോദിക്കുന്നറിയാവോ, നിങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിലേക്ക് വരുമ്പം നമ്മളിതെല്ലാം മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ട് അറിഞ്ഞ, ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളവരായിരിക്കാം, അറിയാത്തവരായിരിക്കാം. നമ്മുടെ ലൈഫിൽ പലതും നമ്മൾ തിരിച്ചറിഞ്ഞോണം. അതും ഇതും പറയുന്നതല്ല വിശ്വാസ ജീവിതം. കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു അതാണ് വിശ്വാസ ജീവിതം. അപ്പം നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്. കർത്താവിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ വരും. അപ്പം നിങ്ങൾക്ക് പറയാൻ വേണ്ടി 100,000 കാര്യമുണ്ട്. ബ്രദറെ, എൻ്റെ അടുത്ത വീട്ടിലെ ആൾ, എൻ്റെ ജീവിതം, അവരുടെ ജീവിതം, ഇന്നയാളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ലോകത്തിൽ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ വരും. പക്ഷെ അതിനെയൊക്കെയും ജയിക്കുവാനാണ് നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ മഴ പെയ്യും, നിങ്ങളുടെ വീട്ടിൽ വെയിൽ വരും, നിങ്ങളുടെ ഏരിയ കോവിഡ് വരും, എന്തെല്ലാം ലോകത്തിൽ സംഭവിക്കുന്നോ അതെല്ലാം നമ്മുടെ പരിസരങ്ങളിലൊക്കെ വരും. പക്ഷെ ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ആ സഹോദരി ചോദിച്ച ഒരു ചോദ്യം, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് സംസാരിക്കാനിരിക്കുന്ന വചനവുമായിട്ട് നല്ലൊരു ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് ആ ചോദ്യം വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സംശയങ്ങൾ ഒത്തിരി ചോദിക്കുന്നവരുണ്ട്. പലരുടെയും സംശയങ്ങളാണ് പല ദിവസങ്ങളിൽ നമ്മൾ വചന ധ്യാനങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് സംശയം ചോദിക്കുന്നവരെ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് കൂടുതൽ, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്കുണ്ടാകുന്ന മാറ്റങ്ങളുടെ അടയാളമാണ് സംശയം. അപ്പോൾ ഇന്നലൊരു സഹോദരി ചോദിച്ചായിരുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള നിയോഗമുണ്ടോ? അപ്പോൾ ഒരു ചോദ്യവും ഉത്തരവും കൂടെ സൃഷ്ടി വെച്ചായിരുന്നു. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, നിയോഗമില്ലാതെ പ്രാർത്ഥിക്കരുത്, രോഗികളുടെ മേൽ കൈവെക്കരുത് എന്ന പഠിപ്പീരുകളുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, തെറ്റായ പഠിപ്പീരുകളാണ്. അതിന് ബൈബിൾ അടിസ്ഥാനമില്ല, വചനം അടിസ്ഥാനമില്ല. ഇനി നിങ്ങൾ നിർബന്ധമായിട്ടും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, സുവിശേഷം ദൈവരാജ്യമാണ്. ദൈവരാജ്യം എവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ടോ യേശു പറയും, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. അപ്പോൾ പറയാൻ നിൽക്കാൻ മാത്രം പോരാ, അവിടുന്ന് പ്രാർത്ഥിക്കുകയും വേണം, അവരെ എണീപ്പിക്കുകയും വേണം. ആമേൻ. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്ന ചിന്തകളാണ്. ഒന്ന്, ആ ഒരു വാക്യവുമായി ബന്ധപ്പെട്ട്, ആ സംശയം മാത്രമല്ല, ഇന്നെടുക്കാൻ പോയ ആ ഒരു വചനവുമായിട്ട് വലിയ ബന്ധമുണ്ട്.
നിങ്ങൾ എത്ര പേര് സ്നാനത്തെ പറ്റി കേട്ടിട്ടുണ്ട്? സ്നാനം കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ബ്രദറെ. കേട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട് ബ്രദറെ. ആമേൻ. കേട്ടിട്ടുണ്ട്. സ്നാനപ്പെട്ടവരല്ല, സ്നാനത്തെ പറ്റി കേട്ടിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ആ, ശ്രദ്ധിച്ചോണം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾ വാട്സാപ്പിലേക്ക് ചോദിക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നില്ല എങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്കത് ക്ലിയറായി, അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യും, അവിടെ കൊണ്ട് അത് ക്ലോസ് ചെയ്യും, മുന്നോട്ട് പോകത്തില്ല. സംശയം വന്നപ്പോഴാണ് നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി ബൈബിളിലെ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവിടെ പറയുകയാണ്, പിന്നെ യേശു അവരോട്, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. എന്നിട്ട് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ശ്രദ്ധിച്ചോ, രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വിശ്വസിക്കുന്നവൻ, രണ്ട് വിശ്വസിക്കാത്തവർ. അപ്പം നിങ്ങൾ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. അതായത് നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവും വിശ്വസിച്ച് സ്നാനമേറ്റ വ്യക്തിയാണെങ്കിൽ ബൈബിൾ പറയുന്നു നിങ്ങളിലൂടെ അടയാളങ്ങൾ നടക്കും. അടയാളം നടക്കും എന്നല്ല, ദീസ് സൈൻ വിൽ അക്കംപനി ദോസ് ഹൂ ബിലീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ആരാണ് വിശ്വസിക്കുന്നത് അവരിലൂടെ അവരുടെ കൂടെ ഈ അടയാളം. ശ്രദ്ധിച്ചോണം, അവരിലൂടെ എന്നുള്ളതല്ല, അവരുടെ കൂടെ ഇതെന്ത് ചെയ്യും, സംഭവിക്കും. അതായത് നിങ്ങളൊരു അത്ഭുതത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനം പറഞ്ഞിരിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ അവർ അവർ വിശ്വസിക്കുന്ന അടയാളം അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. പക്ഷെ ഞാൻ പലരിലും കണ്ടേക്കുന്ന ഈ ഒറ്റ അടയാളം മാത്രമേ ഉള്ളൂ, അവർ അന്യഭാഷയിൽ സംസാരിക്കും. ബാക്കിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും, നിയോഗം വേണ്ട. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത്രയേ ഉള്ളൂ. അവിടെ ഫുൾ സ്റ്റോപ്പ് കണ്ടോ? അതിൻ്റെ അർത്ഥം വേറെ ഇനി അവിടെ ഒന്നുമില്ല. എന്നിട്ട് പറയുകയാണ് വിശ്വസിക്കുന്നവർ. അപ്പം എന്താണെന്നുള്ളത് ഞാൻ താഴേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. അവർ ഭൂതങ്ങളെ പുറത്താക്കാൻ അവർക്ക് പറ്റും. നമ്മളിവിടെ അന്യഭാഷകൾ മാത്രം പറഞ്ഞിരിക്കും. നമ്മൾ പറയാം, അന്യഭാഷ വരവ് എനിക്ക് കിട്ടി, ഈ ഭൂതങ്ങളുടെ വരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയും, അന്യഭാഷ വരവ് എനിക്ക് കിട്ടി, ഇനി സർപ്പങ്ങളെ പിടിക്കാനുള്ള വരത്തെ ഞാൻ സർപ്പം എന്ന് പറഞ്ഞാൽ പിശാചിനെ കേട്ടോ. അവിടെ നമ്മൾ ഇഴഞ്ഞു പോകുന്ന പാമ്പിനെ പറ്റിയല്ല അവിടെ പറയുന്നത്. പഴയ പാമ്പെന്നൊക്കെ ബൈബിളിൽ പറഞ്ഞത് നമുക്കറിയാം. ഹൗവായെ സർപ്പം ഉപായത്താൽ വഞ്ചിച്ചു എന്ന് പൗലോസ്ലീഹ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്. സർപ്പം എന്ന് പറയുന്നത് പിശാചിനെയാണ്. അതായത് പിശാചിനെ പിടിച്ച് ഞെരുക്കുവാനുള്ള ശക്തി നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ, പാമ്പുകളെയും തേളുകളെയും. അതിൻ്റെ അർത്ഥം ഇഴഞ്ഞു പോകുന്ന പാമ്പിനെയും ഇങ്ങനെ നീങ്ങി പോകുന്ന തേളിനെയും ചവിട്ടിക്കൊല്ലുന്ന കാര്യം അല്ല ഈ പറയുന്നത്. പാമ്പെന്ന് പറഞ്ഞാൽ കൂർമ്മ ബുദ്ധിയെ കാണിക്കുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളെ കാണിക്കുന്നതാണ് സർപ്പത്തെ കാണിക്കുന്നത്. തേളിനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്നുള്ള ആക്രമണം. തേളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേളിങ്ങനെ നിരങ്ങി വരുമ്പോൾ നമ്മളോർക്ക് തേളിപ്പം നമ്മളെ കടിക്കുന്നു. പക്ഷേ തേളിൻ്റെ വിഷം എവിടെയാ? അതിൻ്റെ ബാക്കിലെ വാലയിലാണ്. അതായത് അവൻ പല ദൈവദാസന്മാരെയും പഴയ നിയമത്തിൽ എന്ത് ചെയ്തു, പല തന്ത്രങ്ങൾ കൊണ്ട് വശീകരിച്ച് എന്ത് ചെയ്തു, അവരെ വീഴ്ത്തിക്കളഞ്ഞു. അതാണ് പാമ്പെന്നോടെ ഉദ്ദേശിക്കുന്നത്, തേളെന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. അതായത് നിങ്ങളെ കൊല്ലാൻ വരുത്താൻ വിഷം കലക്കിയാലോ നിങ്ങൾക്ക് കൂടോത്രം ചെയ്തു തന്നാലോ ഏക്കത്തില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. എപ്പോഴും ഞാൻ പറഞ്ഞ നിർഭാഗ്യവച്ചാൽ നമുക്കാകെയുള്ളത് ഈ അന്യഭാഷ വരം മാത്രമാണ്. ഞാൻ എല്ലാവരെയും അല്ല പറഞ്ഞത്, ഞാൻ കണ്ടിരിക്കുന്നത്. മറ്റ് വരങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക നിയോഗം വേണം. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. നിങ്ങൾ ഒരിക്കലും ഒരു രോഗിക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ഒരിക്കലും ഒരു തകർന്ന വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കരുതെന്ന് അവൻ്റെ ആഗ്രഹം നേരിട്ട് വന്ന് പിശാച് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾ അന്യഭാഷയൊക്കെ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചിനെ ഓടിക്കുന്നവൻ അറിയാം. അവനപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? സുവിശേഷം പറയുന്നൊരു വ്യക്തിയുടെ കുപ്പായം ഇട്ടിട്ട് ഒരു ബൈബിൾ, അവന് ബൈബിൾ പ്രത്യേകിച്ച് എല്ലാവരും ചിന്തിക്കുന്നല്ല, ബൈബിൾ കൈ പിടിച്ചാലൊന്നും പിശാച് ഓടിപ്പോകുന്നു. ചിലർ പറയാറുണ്ട്, ബ്രദറെ ബൈബിൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ പിശാച് ഒന്നുമല്ല. തെറ്റായ ഉപദേശങ്ങളാണ്. ബൈബിൾ കൈ പിടിച്ചുകൊണ്ടൊന്നും പിശാച് ഓടത്തില്ല. കുരിശ് കൈ പിടിച്ചാലൊന്നും പിശാച് ഓടത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ബ്രദർ എന്തുവായി പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ പിശാച് അവിടെ വ്യക്തമായി യേശുവിനോട് വചനം പറയുന്നുണ്ട്, അല്ലേ? നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൂതന്മാർ കൽപ്പിച്ചിരിക്കുന്നുണ്ട്. പിശാചിന് ഒരു കുഴപ്പമില്ലല്ലോ സങ്കീർത്തനം തൊട്ടെന്ന് പറഞ്ഞിട്ട്.
എന്നിട്ട് അവിടെ ഇഷ്ടംപോലെ വാക്യങ്ങളാണ് പിശാച് കാണാപ്പാടെ. നമ്മൾ തപ്പുക, ഒരു വചനം പറഞ്ഞാൽ മത്തായിൽ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഉൽപ്പത്തി തപ്പുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ പിശാച് കറക്റ്റ് കാണാപ്പാടം വചനം പറഞ്ഞിട്ട് പോലും ഒരു കുഴപ്പമില്ല. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ അധികാരത്തെ തിരിച്ചറിയരുതെന്ന് വിചാരിച്ചവൻ എന്ത് ചെയ്യുന്നറിയാവോ? നമ്മളെ ഭയപ്പെടുത്തി, നമ്മളെ ഈ തെറ്റായ ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടത്തിവിട്ട് നമ്മളെ ഇപ്പോഴും ശക്തിയില്ലാത്തൊരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നു. തിരിച്ചറിഞ്ഞോണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെങ്കിൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടവൻ കൈവച്ചാൽ രോഗികൾ സൗഖ്യമായിരിക്കും. രക്ഷിക്കപ്പെട്ടവൻ പറഞ്ഞാൽ ഭൂതങ്ങൾ പുറത്തു പോയിരിക്കും. രക്ഷിക്കപ്പെട്ടവൻ അന്യഭാഷ പറഞ്ഞിരിക്കും. രക്ഷിക്കപ്പെട്ടവന് മരണകരമായി ഇനി കൂടോത്രം ചെയ്ത് നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ചാലും കൂടോത്രം ചെയ്തവൻ നശിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏക്കത്തില്ല. ആമേൻ. അപ്പോൾ ഇവിടെ അത് തെളിവുണ്ട്. ലാബാൻ എന്ന് ബിലിയാം എന്ന് പറയുന്ന മന്ത്രവാദിയെ കൊണ്ടുവന്ന് കൂടോത്രം ചെയ്തിട്ട് പോലെ യഹോവ പറയുക, മോശെ നിങ്ങളെ തകർക്കാൻ വേണ്ടി ബിലിയാം എന്ന് പറയുന്ന ദുർമന്ത്രവാദി ഇറക്കിയിട്ടുണ്ട്, നീ പേടിക്കേണ്ട, അവൻ്റെ ശാപത്തെ ഞാൻ നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും. കണ്ടോ, അതിനകത്ത് കൂടോത്രക്കാരെ കൊണ്ട് നീ പേടിക്കണം, അവൻ എത്ര കൂടോത്രം ചെയ്താലും നീ അനുഗ്രഹിക്കപ്പെടത്തേ ഉള്ളൂ. ആമേൻ. ഇതൊക്കെ ബൈബിളിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മളെ പറ്റിച്ചിരിക്കുന്ന പിശാചിൻ്റെ തന്ത്രം ഞാൻ പറഞ്ഞില്ലേ, തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ബൈബിളുമായിട്ട് നടക്കുന്ന എല്ലാവരും സുവിശേഷം സത്യവചനം പറയുന്നവരാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നമുക്ക് പറ്റുന്നൊരബദ്ധം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, ആരെയും ഞാൻ കുറച്ച് കാണിക്കുമല്ല. വളരെ വിശ്വാസ ജീവനം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ പ്രസംഗം കേൾക്കത്തൊന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അഹങ്കാരി ആയതുകൊണ്ടല്ല. നമ്മൾ ആർക്കും വചനം പ്രസംഗിക്കാം. ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തികളുടെ ബൈബിൾ കൊടുത്താൽ നമ്മളെക്കാളും നന്നായിട്ട് പ്രസംഗിക്കും. നിങ്ങൾ നോക്കിക്കേ, കേരളത്തിലൊക്കെ എത്രയോ പ്രസംഗങ്ങൾ, രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാൽ നമ്മൾ ഇരുന്ന് പോകത്തില്ല. അവിടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വലിയ കടൽ പോലെയുള്ള നിരകളിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കൊണ്ട്, ഇന്ത്യയിൽ വലിയൊരു സിനിമാ നടൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കടൽ പോലെ ജനത്തെ അദ്ദേഹം ഇളക്കി മറിച്ച് പ്രസംഗിക്കുക. അത്രയും വലിയൊരു എനിക്കൊരു അത്രയും വലിയൊരു കൂട്ടം കേരളത്തിലുണ്ടോ സുവിശേഷം പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേട്ട് ആൾക്കാർ കോരിത്തെരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബൈബിൾ കൊടുത്താൽ പുള്ളി എന്ത് ചെയ്യും? അത് നിങ്ങൾ പേരൊന്നും ഇടണ്ട, ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അപ്പോൾ അയാളുടെ ബൈബിൾ കൊടുത്താൽ പുള്ളിക്കും പ്രസംഗിക്കാം. പക്ഷെ അയാളുടെ പ്രസംഗത്തിലുള്ള ആ ഒരു എന്താ പറയുന്നത് ചാതുര്യമല്ല നമുക്ക് വേണ്ടത്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനവും ആ കേൾക്കുന്ന വ്യക്തിക്ക് യേശുവിലേക്ക് അടുക്കണം, അവൻ യേശുവിൻ്റെ വിശ്വാസത്തിൽ വളരണം, അവൻ്റെ അകത്ത് ആത്മീക വർധനവുണ്ടാകണം, അവൻ യേശുവിൽ ശക്തനാന്നുള്ള ബോധം വരണം. ഇത് വരുന്നില്ലെങ്കിൽ അവൻ്റെ പ്രസംഗങ്ങളൊക്കെയും എന്താണ്? അത് ബുദ്ധിയിൽ നിന്ന് വരുന്ന വ്യാഖ്യാനങ്ങളാണ്. ആമേൻ. അപ്പോൾ എന്താണ് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ നടക്കണമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കണം, എനിക്ക് അനേകർക്കൊരു അനുഗ്രഹമായി തീരണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന 3 മീറ്റിങ്ങുകളും അതിലേക്ക് വരുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരല്ല, നിങ്ങളെ ആ ലെവലിലേക്ക് കൊണ്ടുവരാനാണ് കർത്താവ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അടുത്ത നിങ്ങളിലൂടെ ദൈവപ്രവർത്തി നടക്കുന്ന ഒരു ശുശ്രൂഷയും കൂടെ നിങ്ങളുടെ മേലേക്ക് വെളിപ്പെടും. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ വരണം. അങ്ങനെ ഒരു പകർച്ച നിങ്ങളിലേക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രതീക്ഷയോടെ വന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളിലൂടെ ദൈവപ്രവർത്തി നടക്കാൻ പോകും. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകാൻ വേണ്ടി പോവുക. നമ്മുടെ ഇടയിൽ നടക്കുന്നു, അത് വലിയ പകർച്ചയിലേക്ക് കൊണ്ടുപോകും. ആമേൻ. അപ്പോൾ എന്താണ് സ്നാനം? ആ സ്നാനവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ യേശു ഈ പറയുന്ന സ്ഥലം മുതലാണ് നമ്മളൊരു സാധാരണ മനുഷ്യനിൽ നിന്നും ഒരു അസാധാരണ മനുഷ്യനിലേക്ക് വരുന്നത്. അപ്പോൾ യേശു ഇവിടെ മുതൽ പറയുകയാണ്, നിങ്ങൾ പിന്നെയും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. ശ്രദ്ധിച്ചോണം, ഇവിടെ മുതൽ നോക്കിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇനി ഇത് കേട്ടിട്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ എന്ത് ചെയ്യണം? സ്നാനമേൽപ്പിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഈ വാക്യം ഒന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത് യേശു നേരിട്ട് പറഞ്ഞേക്കുന്നതാണേ. അപ്പൊ ഇത് യേശു നേരിട്ട് പറയുന്ന വാക്കാണ്, വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കണം. 2 തരം സ്നാനമുണ്ട്. ശ്രദ്ധിച്ചോണം, 2 തരം സ്നാനമുണ്ട്. മർക്കോസിന്റെ അപ്പോസ്തല പ്രവൃത്തി പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത്
അവിടെ യേശു തന്നെ പറയുന്നുണ്ട്, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും. യോഹന്നാൻ അപ്പോസ്തല പ്രവൃത്തി 1:5, വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, ഞാനോ നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവിൻ്റെ സ്നാനം കഴിപ്പിക്കുന്നു. ഇവിടെ യേശുക്രിസ്തു പറയുന്ന സ്നാനം പരിശുദ്ധ ആത്മാവിൻ്റെ സ്നാനമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഈ വെള്ളത്തിലുള്ള സ്നാനം? 2 സ്നാനമുണ്ട് ബൈബിളിൽ. ഒന്ന് വെള്ളത്തിലെ സ്നാനം, ആത്മാവിൻ്റെ സ്നാനം. ആത്മാവിൻ്റെ സ്നാനം ലഭിച്ചവർക്കാണ് ഇതെല്ലാം നടക്കുന്നത്. ശ്രദ്ധിച്ചോണം, ആത്മസ്നാനം ലഭിച്ച വ്യക്തിയിലൂടെ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നിങ്ങളിൽ ആത്മസ്നാനം നടന്നോ എന്നെങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ നിങ്ങൾ ചിന്തിച്ചോണം, ഞാൻ നിങ്ങളെ കുറേ ഒരു 10, 500, 600 വർഷം പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോവാണേ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചോണം. 600 വർഷം മൊബൈലില്ല, TV ഇല്ല, ഈ കാണുന്ന ടെക്നോളജി ഇല്ല, ഈ കാണുന്ന ഒന്നും നമ്മുടെ ചുറ്റിനുമില്ല, ലെറ്റർ ബോക്സ് ഒന്നും വരാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവാണേ. വേഗത്തിലങ്ങ് പോവാം. ഈ ഒരു കാലഘട്ടത്തിൽ പൗലോസ് ശ്ലീഹ അല്ലെങ്കിൽ ഏതെങ്കിലും കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് നിങ്ങളുടെ കവലയിൽ നിന്നുകൊണ്ട് നിങ്ങളവിടെ കപ്പ മേടിക്കാനോ മീൻ മേടിക്കാനോ ഒക്കെ നിൽക്കുന്ന സമയത്ത് കവലയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്, കർത്താവായ യേശു നിനക്ക് വേണ്ടി. അതുവരെ യേശു എന്ന് പറഞ്ഞ ആളെ പറ്റി കേട്ടിട്ട് പോലുമില്ല, നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഏതൊക്കെയോ കല്ലിനെയോ മണ്ണിനെയോ ഒക്കെ ആരാധിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അവിടെ വന്നിട്ട് പറയുകയാണ്, ലോകരക്ഷകനായ യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വന്നു, നിങ്ങളുടെ പാപത്തെ യേശു വഹിച്ചു, പാപത്തെയും ശാപത്തെയും രോഗത്തെയും കഷ്ടതയും ലോകത്തിലെ സകല പാപം മുഴുവനും യേശു വഹിച്ചു. നീ പാപിയല്ല, നീ ശപിക്കപ്പെട്ടവനല്ല, നീ യേശുവിൽ നീതിമാനാണ്, കർത്താവ് നിനക്ക് വേണ്ടി രക്ഷ കൊണ്ടുവന്നു, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കവലെ കപ്പ മേടിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, എന്തുവാ പൗലോസ് പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ കേട്ടോണ്ടിരുന്ന ചില ആളുകൾ എന്ത് ചെയ്തു? നേരെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം, ആ നാട്ടുകാർ വന്നിട്ട് ചോദിക്കുവാണ്, എൻ്റെ പൊന്നു സഹോദര, ആരാ ഈ പൗലോസ്? ഇസ്രായേലിലും യഹൂദിലും അങ്ങോട്ട് കിടന്ന മനുഷ്യൻ, മലയാളം പോലും നേരെ ചൊവ്വേ പറയാൻ കഴിയാത്ത മനുഷ്യൻ, അല്ലെങ്കിൽ തോമസ് ലീഗിനെ നമുക്കെടുക്കാം, മലയാളം പോലും അറിയാത്ത ഈ മനുഷ്യൻ വന്നുകൊണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന യേശുവിനെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, ഇനി അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ലോക മനുഷ്യന് വേണ്ടി മരിക്കുന്നത്? അങ്ങനെ മരിച്ചാൽ എങ്ങനെ, ഒരു വ്യക്തി മരിച്ചാൽ മറ്റൊരു വ്യക്തിയുടെ പാവം എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പം നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റി? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. യേശുവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിശ്വാസത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നതുകൊണ്ടാണ്. പരിശുദ്ധ ആത്മാവ് ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെ യേശുവിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചുമ്മാ ചിന്തിച്ച് നോക്കി, ലോകത്തിൽ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ജീവിച്ച ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപം മുഴുവൻ ആ വ്യക്തിയുടെ മേൽ വഹിച്ചുവെന്നും ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ആരോ ആ വ്യക്തിയെ മൃഗീയമായി ക്രൂശിച്ച് കൊന്നു, അല്ലെങ്കിൽ മൃഗീയമായി അദ്ദേഹത്തെ കൊന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ പാപവും പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പറ. നിങ്ങൾ ഉടനെ ചോദിക്കത്തില്ലേ, ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ കിടക്കുന്ന ഏതോ ഒരു മനുഷ്യൻ മരിച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ പാപം മാറുന്നത്? നിങ്ങൾ ചോദിക്കത്തില്ലേ? ഓസ്ട്രേലിയയിലോ ആഫ്രിക്കയിലോ ജീവിച്ച ഏതോ ഒരു വ്യക്തി മരിച്ച സഹോദര ലോജിക്കൊന്നും എന്നോട് ചോദിക്കും, ബ്രദർ അതെങ്ങനെയാണ് ലോജിക്ക്? എന്നെ ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഏതോ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന്, അദ്ദേഹത്തെ ആരാണ്ട് മൃഗീയമായി കൊന്നതുകൊണ്ട് എൻ്റെ പാപം എങ്ങനെ മാറിയെന്ന ലോജിക്ക് പ്രകാരം നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ? എന്തുകൊണ്ടാണ് യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കാത്തത്? യേശുവിനെ പറ്റി ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ലോജിക്ക് ചിന്തിക്കാത്തത്? ലോജിക്ക് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കത് വിശ്വാസമായി തരുന്നൊരു ദൈവമുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി ക്രൂശിൽ നിങ്ങളുടെ പാപത്തെ വഹിച്ചു വന്നു. ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്, ഒരു ദിവസം രാവിലെ നിങ്ങളോട് ഒരാൾ ഫോൺ ചെയ്ത് പറയുവാണിത്, ഓസ്ട്രേലിയക്കാരനായ ഒരു വ്യക്തി ഇന്നലെ ആരോ മൃഗീയമായി കൊന്നു. ഓക്കെ, അയ്യോ നമ്മൾ പറയും വളരെ കഷ്ടമായിപ്പോയി. ഉടനെ അടുത്ത വാക്ക് പുള്ളി പറയുവാണ്, നിന്റെ പാപത്തിന് വേണ്ടി ആ മനുഷ്യൻ മരിച്ചത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ പാപത്തിന് വേണ്ടി എങ്ങനെ ഓസ്ട്രേലിയക്കാരൻ മരിച്ചാൽ അതെങ്ങനെ ശരിയാകുന്നത്? കണ്ടോ, നമ്മൾ പെട്ടെന്ന് സംശയം ചോദിച്ചില്ലേ? പക്ഷേ ഇന്നേക്ക് 2000 വർഷം മുമ്പ് യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ലോജിക്ക് അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് സംശയിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ അതിനെ ചെകഞ്ഞു പോകാത്തത്? നിങ്ങൾ ഉടനെ തന്നെ എന്താ പറയുന്നത്? ഓ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ എന്താണ് വ്യത്യാസം ഇവിടെ?
വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ യേശുവിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം നിങ്ങളുടെ അകത്ത് വന്നു. അതാണ് പരിശുദ്ധ ആത്മാവിൻ്റെ വിശ്വസിപ്പിക്കുന്ന ആത്മാവ്. ആമേൻ. ഇങ്ങനെ വിശ്വസിക്കുന്നവർക്കൊരു പ്രത്യേകത. അതുകൊണ്ടാണ് ഒരു കർത്താവ് പറഞ്ഞ് ശ്രദ്ധിച്ചു, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകലരോടും സുവിശേഷം പറയണം. എന്നിട്ട് പറയുകയാണ് അവരിൽ വിശ്വസിക്കുന്നവർ. കണ്ടോ, അപ്പോൾ എല്ലാവരെയും അല്ല. ആ കൂട്ടത്തിൽ എനിക്ക് യേശുവിനെ വേണം എന്ന് പറഞ്ഞ് വരുന്നവരെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. അപ്പൊ സ്നാനപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? വിശ്വസിക്കുകയും സ്നാനമെടുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ മുന്നോട്ട് വരുന്നവൻ എന്ത് ചെയ്യും? ഉറപ്പാ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്യുക എന്ന് പറയും. അതായത് യഥാസ്ഥാനപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം. അതായത് എവിടുന്നോ നമ്മൾ സ്ഥാനം മാറിക്കിടന്ന ഒന്നിനെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്നതിൻ്റെ പേരാണ് രക്ഷ. എൻ്റെ രക്ഷയുടെ ദൈവം, എബ്രായറിൽ ഒരു വാക്കിൻ്റെ ഒരു പദം ഇങ്ങനെയാണ്, റിസ്റ്റോർ ചെയ്യുക എന്ന അതിൻ്റെ അർത്ഥം. പുനഃസ്ഥാപിക്കുക, വീണ്ടും കൊണ്ടുവന്ന്. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറയത്തില്ല, നമ്മൾ ഒരു വസ്തു, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ടെലിഫോൺ ഉണ്ടായിരുന്നു അല്ലേ, ചെറിയ പെട്ടി പോലത്തെ ടെലിഫോൺ ഉണ്ടായിരുന്നു. ആ ടെലിഫോൺ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ ഫോൺ ഇങ്ങനെ റിസീവർ എടുത്ത് സംസാരിച്ചതിന് ശേഷം ചിലപ്പോൾ ആ ഫോൺ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? മാറ്റി വെക്കും. അത് മാറ്റി വെക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല, പണ്ടൊക്കെ എന്ത് ചെയ്യും? അത് ബെല്ലടിക്കത്തില്ല. ഉടനെ ആരെങ്കിലും കണ്ടാൽ പറയും, ആരെ ഈ ഫോൺ മാറ്റി വെച്ചത്? നേരെ കൊണ്ടുവന്ന് പിന്നെ എന്ത് ചെയ്യും? ഒരു സ്വിച്ച് ഉണ്ട്, അതിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്നൊരു ബെല്ലടിക്കും. ഇത്രയും നേരം ബെല്ലടിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സ്ഥാനം മാറിക്കിടന്നുകൊണ്ട് വിളിക്കുന്നവർക്ക് കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഫോണിൽ അങ്ങനെ ഫെസിലിറ്റി ഒന്നുമില്ല. പണ്ടത്തെ ഫോണിൽ എന്താണ്? അതുകൊണ്ട് വെക്കുമ്പോൾ ഉടനെ യഥാസ്ഥാനപ്പെടുത്തും. അതിൻ്റെ അർത്ഥം എവിടെയാണോ കറക്റ്റ് പൊസിഷൻ അതിലേക്ക് തിരിച്ചു കൊണ്ട് വെക്കുന്നു. ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ സുവിശേഷം ഒരു വ്യക്തി കേൾക്കുമ്പോൾ ആ വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ആ വ്യക്തി തിരിച്ചു പഴയ യഥാസ്ഥാനത്തിലേക്ക്. യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, ഞാൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് വന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എപ്പോഴും യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് വന്നയാളാണ്. അപ്പം കാണാതെ പോയത് എപ്പോഴാ? ഏദൻ തോട്ടത്തിൽ വെച്ച്. ദൈവത്തിന് മിസ്സായിപ്പോയി നമ്മളെ. പാപനിമിത്തം വഴിതെറ്റിപ്പോയി. പാപം എന്ന വാക്കിൻ്റെ എബ്രായ വാക്ക് മിസ്സിംഗ് ദ മാർക്ക് എന്ന. നിങ്ങൾ എന്ത് ചെയ്യും? അടയാളത്തെ മിസ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കോട്ടയത്തേക്ക് പോകേണ്ട വ്യക്തി ഗൂഗിൾ മാപ്പ് ഇട്ട സമയത്ത് തെറ്റിപ്പോയി. തിരുവനന്തപുരത്തെ മാപ്പാണ് ഇട്ടത്. പുള്ളി കോട്ടയം പോകാതെ നേരെ തിരുവനന്തപുരം പോയി. അയാൾക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് മിസ്സായിപ്പോയി. അങ്ങനെ മിസ്സായിപ്പോയ നമ്മളെ തിരിച്ചു പഴയ പോലെ തന്നെ ആക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കാണാതെ പോയ അതിനെ കണ്ടെത്താൻ വന്നിരിക്കുന്നു. ഇതാണ് രക്ഷാ പദ്ധതി. അപ്പം ഇങ്ങനെ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ രക്ഷിക്കപ്പെട്ട വ്യക്തി ഇപ്പം യഥാസ്ഥാനപ്പെട്ടു. എൻ്റെ അർത്ഥം നിങ്ങൾ പഴയ പവറിൽ തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഞാൻ പഴയ പവറിൽ തിരിച്ചു വന്നേക്കെന്ന് പറ. ഞാൻ പഴയ പവറിൽ തിരിച്ചു വന്നിരിക്കുന്നു. ആമേൻ. അതായത് പണ്ട് നിങ്ങൾക്ക് എന്തില്ലായിരുന്നു? പവർ ഇല്ലായിരുന്നു. പണ്ട് നിങ്ങൾക്ക് പാപനിമിത്തം പിശാച് നിങ്ങളുടെ തലേ കയറി എന്ത് ചെയ്തിരുന്നു? ഭരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടപ്പോൾ, നിങ്ങൾ പഴയ തിരിച്ചു വന്നപ്പോൾ, ഇപ്പൊ പിശാചിന് നിങ്ങളുടെ തലേ കയറാൻ പറ്റത്തില്ല. പിശാച് നിങ്ങളുടെ കാൽ ചുവട്ടിലായി. വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ഇനി നിങ്ങൾ ഭൂതങ്ങളെ ഓടിക്കും. പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും ബൈബിളിൽ ആർക്കും കിട്ടാത്തൊരു അധികാരമാണ് ഭൂതങ്ങളെ ഓടിക്കുവാൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. അന്യഭാഷ, ഇത് വലിയൊരു മർമ്മ കേട്ടോ. അന്യഭാഷയെ പറ്റി നമ്മുടെ ക്ലാസ് എത്ര പേര് കേട്ടിട്ടുണ്ട്? അന്യഭാഷ വരത്തെ പറ്റിയുള്ള ഗുണങ്ങളെ പറ്റിയുള്ള ക്ലാസ് എത്ര പേര് കേട്ടിട്ടുണ്ടായിരുന്നു? യൂട്യൂബിൽ കിടപ്പുണ്ട്. എത്ര പേര് കേട്ടിട്ടുണ്ടായിരുന്നു? കേൾക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട്. എന്താണ് അന്യഭാഷ, അന്യഭാഷ കൊണ്ടുള്ള ഗുണങ്ങൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇന്ന് ഞാൻ അന്യഭാഷ എടുക്കുന്നില്ല. ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥനയാണ്. ഇത് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അന്യഭാഷ വരൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വേറൊന്നും നിങ്ങൾ പേടിക്കേണ്ട. വലിയ ഏറ്റവും ശക്തമേറിയ ബൈബിളിലെ പ്രാർത്ഥനയാണ് അന്യഭാഷ പ്രാർത്ഥന. അപ്പോൾ അതിനകത്ത് പുതുഭാഷയിൽ സംസാരിക്കും. അടുത്ത വാക്യം ഭൂതങ്ങളെ പുറത്താക്കും. ഞാനിത് എനിക്ക് തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ 2 ദിവസമായിട്ട് നമ്മളിത് എടുക്കത്തുള്ളൂ. സമയം നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാണെന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഇത്രയും രക്ഷിക്കപ്പെട്ട വ്യക്തിയിലൂടെ നടക്കും. അതിന് പ്രത്യേകിച്ച് നിയോഗം വേണ്ട,
പ്രത്യേകിച്ച് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരുക്കം വേണ്ട. നിങ്ങൾ യഥാസ്ഥാന കറക്റ്റ് സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം സംഭവിക്കും. ഹല്ലേലൂയ. കറക്റ്റ് സ്ഥലത്താണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? ഇപ്പം നമ്മളൊരു സാധനം ഇപ്പം കൊണ്ട് എല്ലാം കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പം നിങ്ങളിപ്പം നമുക്ക് പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഒരു ബാറ്ററി ഉണ്ട് അല്ലേ? ഇപ്പം അത് കുറവാണ്. നമ്മുടെ റിമോട്ടിലൊക്കെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി വർക്ക് ആകണമെങ്കിൽ ബാറ്ററി എങ്ങനെ ഇടണം? ബാറ്ററി വർക്ക് ആകണമെങ്കിൽ എങ്ങനെയായിരിക്കും ബാറ്ററി ഇടേണ്ടത്? നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് ആയിട്ട് കിട്ടണം. കണ്ടോ? നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് ആയിട്ടിട്ടെങ്കിൽ മാത്രമേ എന്നാ വലിയ ബാറ്ററി ആണെങ്കിലും, എത്ര വിലയുള്ള ബാറ്ററി ആണെങ്കിലും, എത്ര വിലയുള്ള റിമോട്ട് ആണെങ്കിലും അത് വർക്ക് ആകണമെങ്കിൽ അത് കറക്റ്റായിട്ടിടണം. നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നെഗറ്റീവ് ഇട്ടാൽ നിങ്ങൾ എത്ര പ്രസ് ചെയ്താലും റിമോട്ട് വർക്ക് ചെയ്യത്തില്ല. വെറുതെ റിമോട്ട് ദേഷ്യപ്പെട്ട് എറിഞ്ഞ് പൊട്ടിക്കാനല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ അത് വർക്കാകത്തുള്ളൂ. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടതുകൊണ്ട് നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടന്നിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി നടന്നിരിക്കും. നിങ്ങൾ കൈവെക്കുമ്പോൾ അത്ഭുതം നടന്നിരിക്കും. അതിന് പ്രത്യേകിച്ചൊരു ക്വാളിറ്റി വേണ്ട. അപ്പോൾ ഒരു സംശയം, ബ്രദറെ ഞാൻ രക്ഷിക്കപ്പെട്ടോ? ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ സംശയം ആർക്കെങ്കിലും വന്നോ? ഇനി നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. 2 സ്നാനങ്ങളെപ്പറ്റി പോവാണ്. 2 സ്നാനം പറ്റി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുക. അവരിങ്ങനെ കൂടിയിരുന്ന് കർത്താവിൻ്റെ, നമുക്കറിയാം ആ സമയത്ത് കർത്താവ് മരിച്ചു ക്രൂശിലേക്ക് പോയി. അതിനുശേഷം കർത്താവ് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കർത്താവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് നമുക്കറിയാം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അഗ്നിനാവോടെ വന്നു. അവരെല്ലാവരും പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞപ്പോഴേക്കും അപ്പം നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ളൂ അല്ലേ, അറേബ്യരും മേദ്യരും മെസപ്പൊട്ടോമ്യരും അവരുടെയൊക്കെ ഭാഷകൾ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഇവിടെ മുതൽ ഞാൻ വായിക്കുവാണ്, പത്രോസ് ലീഗ എണീറ്റ് നിന്ന് പ്രസംഗിക്കുന്നൊരു പ്രസംഗമാണ്. ഇവിടെ നോക്കണം, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫുള്ള് വായിച്ചാൽ മതി, ഞാൻ മുഴുവൻ എടുക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കി വാക്യം മൊത്തം നോക്കി. അപ്പോസ്തല പ്രവൃത്തി ഇവിടെ മൂലം ഞാൻ വായിക്കാവേ. അവർ പുതു വീഞ്ഞു കുടിച്ചിരിക്കുന്നു, മറ്റു ചിലർ പരിഹസിച്ചു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ള ഇത് കേൾക്കുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമായിട്ടുള്ളത്. യോവേൽ പ്രവാചകൻ മുഖാന്തരം അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും, നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്നിങ്ങനെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഇസ്രായേൽ പുരുഷന്മാർ 22-ാമത്തെ വാക്യം നോക്കി, ഇസ്രായേൽ പുരുഷന്മാർ ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയുന്നത് പോലെ ദൈവം അവരെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച അത്ഭുത ശക്തികളെ അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവർ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കർത്താവിൻ്റെ വലത്ത് ഭാഗത്ത് എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാക്യങ്ങളെല്ലാം പറയാം. ഞാനത് ഒന്നെടുത്തുകൊണ്ട് ഞാനത് പറയുന്നില്ല, അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെടുക്കുന്ന. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് പത്രോസ് ലീഗ ഇതെല്ലാം അപ്പം അന്നത്തെ കാലത്ത് നിങ്ങൾ ആ പശ്ചാത്തലം ഓർത്തോണം. ആദ്യത്തെ പ്രസംഗമാണ് പത്രോസ് ലീഗയുടെ. അന്ന് ഒന്നുമില്ല. എന്നിട്ട് പറയുകയാണ്, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം 36-ാമത്തെ വാക്യം നോക്കിയാണ്. ആകയാൽ നിങ്ങൾ ഈ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരുടെയും സഹോദരനായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഉടനെ പത്രോസിൻ്റെ മറുപടിയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ശ്രദ്ധിച്ചോണം, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പം. യേശു പറഞ്ഞതിന് ശേഷം പത്രോസ് ലീഗ 2ാമത് പറയുകയാണ്, നിങ്ങൾ സ്നാനപ്പെടണം. എന്നിട്ട് പറയാണ്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിളിച്ചു വരുത്ത ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് താഴേക്ക് പറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്കറിയാം, ഇത് പിന്നീട് ഒരു വാക്കുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വിശ്വസിച്ചവരെല്ലാം, ഇവിടെ നോക്കി, വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അവർ പൊതുവക എന്നെണ്ണി. ഇവിടെയൊക്കെ വലിയ മർമ്മമാണ് ഈ പൊതുവക എന്നുള്ളത്, പിന്നീട് നമ്മൾ പറയാം. ഒരുമനപ്പെട്ട് ദിനം പ്രതി അവർ എല്ലാവരും ദേവാലയത്തിൽ, അതായത് ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നത് യെരൂശലേം ദേവാലയത്തെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, ദിനം പ്രതി കൂടി വരുന്നു. അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും
പരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകലജലത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം വരും, അത് ഞാൻ പറയാം. അപ്പം ഇവിടെ പറയുകയാണ്, ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ അവർ സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വചനം പത്രോസ് ലീഗ എന്ത് ചെയ്യുകയാണ്, ആവർത്തിച്ചു പറഞ്ഞ് ഇതിന് ശേഷം അവർ യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ സ്നാനത്തിലേക്ക് അവർ വന്നു. അപ്പം നിങ്ങൾക്കൊരു സംശയം വന്നു, എന്താണ് സ്നാനം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ സ്നാനപ്പെടുന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റി. ഇവിടെ മുതലൊരു കുഴപ്പമില്ല. യേശു പറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുക. ഫസ്റ്റ് സ്നാനമേൽക്കുക അല്ല, ആദ്യത്തെ സ്റ്റെപ്പ് സ്നാനപ്പെടുന്നതല്ല, ആദ്യത്തെ സ്റ്റെപ്പ് വിശ്വസിക്കാനാണ്. ചിലരുണ്ട് പറയാറുണ്ട്, പണ്ടൊരു ബ്രദർ പറഞ്ഞ പോലെ, എൻ്റെ കടഭാരം മാറാൻ വേണ്ടി ഞാൻ സ്നാനപ്പെട്ടു, പക്ഷേ കടം മാറിയില്ല. എൻ്റെ കൊച്ചിൻ്റെ വിഷയം മാറാൻ വേണ്ടി ഞാൻ സ്നാനപ്പെട്ടു, മാറിയില്ല. എൻ്റെ വീട്ടിൽ സമാധാനം കിട്ടാൻ വേണ്ടി സ്നാനപ്പെട്ട്, മാറത്തില്ല. ഒരിക്കലും മാറത്തില്ല കേട്ടോ. എന്താണ് സ്നാനമെന്ന് അറിയണം. സ്നാനം എന്ന വാക്കിന് ഞാൻ ഇന്നാൾ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ബൈബിൾ ഭാഷയെ പറയേണ്ട, ഈ ഒരു മലയാളത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം വെച്ച് ബൈബിൾ ഒന്നും അറിയാത്ത ഒരാളാന്നിരിക്കട്ടെ നിങ്ങൾ. മലയാളം മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, ബൈബിൾ അറിയത്തില്ല. എന്താണ് സ്നാനം? എനിക്ക് വന്ന കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും എനിക്ക് വന്നത് സ്നാനത്തിന് പല വ്യാഖ്യാനമാണെന്ന് തോന്നുന്നു. എങ്കിലും എനിക്ക് മനസ്സിലായത് കുളിക്കുക, സ്നാനപ്പെടുക എന്നുള്ളത് ഞങ്ങളുടെ ഭാഷത്തിൽ പറഞ്ഞ സ്നാനം വെളുക്കുക എന്ന് പറഞ്ഞ് കുളിക്കുക. അതായത് വെള്ളം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിപ്പെടുന്നതിനാണ് നമ്മൾ കുളിക്കുക എന്ന് പറഞ്ഞല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയാം എൻ്റെ മുഖം കഴുകിയെന്നേ പറയത്തുള്ളൂ, കൈ കഴുകിയെന്നേ പറയത്തുള്ളൂ. നമ്മൾ കുളിക്കുക എന്ന് ഒരാൾ പറയും, ഞാൻ കുളിച്ചിട്ടാ വന്നെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മുഖം കഴുകിയെന്നല്ല എൻ്റെ അർത്ഥം, അല്ലേ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരി അല്ലെങ്കിൽ ഒരു ചേട്ടൻ വന്നിട്ട് പറയുകയാണ്, ഞാനിന്ന് കുളിച്ചിട്ടാ വന്നെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മുഖം കഴുകിയെന്നല്ല അർത്ഥം, അയാളെ മൊത്തം കഴുകി വെടുപ്പാക്കി. ശ്രദ്ധിച്ചോണം, കഴുകി വെടുപ്പാക്കി. ഇതാണ് സ്നാനം, കഴുകി വെടുപ്പാക്കുക. നമ്മൾ എന്തിനാണ് കുളിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളൊക്കെയും കഴുകി വെടുപ്പാക്കുന്നതിനാണ് കുളിക്കുക അഥവാ സ്നാനപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ, ഈ സ്നാനം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ കിട്ടത്തില്ല. നിങ്ങളുടെ ശരീരത്തിലുള്ള അഴുക്ക് കളയാൻ വേണ്ടിയാണ് നമ്മൾ കുളിക്കുന്നത്. നമ്മൾ സ്നാനപ്പെടുന്നത് ബക്കറ്റും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ദേഹത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ തൂത്ത് ഷാമ്പു ഒക്കെ ഇട്ട് നമ്മൾ മൊത്തം കഴുകി, ചെളിയെല്ലാം കഴുകി നമ്മളെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സുന്ദരമാക്കി മാറ്റുകയാണ്. ഇതാണ് നമ്മളെ കുളി അഥവാ സ്നാനമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാപത്തെ കഴുകാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരിക്കലും പാപത്തെ കഴുകാൻ കഴിയത്തില്ല. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഒരു വാക്കുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുക. അപ്പം നിങ്ങളെ ഈ സ്വന്തമായിട്ട് നമുക്ക് പാപം കഴുകി കളയാൻ പറ്റാത്തതുകൊണ്ട് അതിനു വേണ്ടി വരുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു പറയുമ്പോൾ, ആ പാപം കഴുകണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് സ്വന്തമായിട്ട് വെള്ളം എടുത്ത് കുളിക്കാൻ പറ്റും, അല്ലേ? ഇനി സ്വന്തമായിട്ട് കൈയും കാലും കഴിയാത്തൊരു വ്യക്തിയാണ് എന്ത് ചെയ്യും, നമ്മളൊരാളെ കുളിപ്പിക്കണം, അല്ലേ? നമ്മൾ ബക്കറ്റും വെള്ളം എടുത്തുകൊണ്ടുവന്ന് കൈയും കാലും തളർന്നൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, അയാളെ നമ്മൾ കുളിപ്പിക്കണം. പാപം എന്ന് പറഞ്ഞാൽ സ്വന്തമായി കഴുകി കളയാൻ കഴിയാത്ത ആളാണ് പാപി. സ്വന്തം പാപത്തെ സ്വന്തമായിട്ട് നീക്കാൻ കഴിയാത്ത ആളാണ് പാപി. അതായത് കൈയും കാലും തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ വേറൊരാൾ വന്ന് കുളിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കാണ്, അയാൾക്ക് സ്വന്തമായിട്ട് കുളിക്കാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് അഴുക്ക് കഴുകി കളയാൻ പറ്റത്തില്ല. ആ വ്യക്തിയെ കഴുകാൻ വേണ്ടി വേറൊരു വ്യക്തി വരുന്നു. ഇതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങളുടെ സകല യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങളെ കഴുകി നിങ്ങളെ കുട്ടപ്പനാക്കി മാറ്റുന്നതിൻ്റെ പേരാണ് സ്നാനം. ഹല്ലേലൂയ. ഈ സ്നാനമാണ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നെങ്കിൽ നേരെ നമുക്ക് മർക്കൂസിലേക്കൊന്ന് പോകാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് അങ്ങ് പോകാം. ഈ കഴുകൽ കറക്റ്റാണ് ഈ ബ്രദർ പറയുന്നതെന്ന് അറിയപ്പെട്ട് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ ഈ വചനം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതെല്ലാ കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി. ഞാൻ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയേ, യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ശ്രദ്ധിച്ച്, നിങ്ങൾക്കോ ഇനി ഏറെ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. നിങ്ങൾ വാക്യം കണ്ടോ?
അപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളെ കഴുകും, കുളിപ്പിക്കും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എന്നെ കുളിപ്പിക്കുമെന്ന് പറ. ഇനി ആ സ്നാനം എന്നുള്ള വാക്കൊന്നും മറന്നിട്ട് കുളി എന്ന് പറ. പരിശുദ്ധാത്മാവ് എന്നെ കുളിപ്പിക്കും. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, കർത്താവെ ഞാൻ തന്നെ കുളിച്ചോളാം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല എന്ന് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സമയത്ത് പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവെ നീ എൻ്റെ കാല് കഴുകണ്ട. അപ്പം കർത്താവ് ഒരു വാക്കുണ്ട്, ഇങ്ങനെ സകലതും അനുവദിക്കാന്നൊരു വാക്കുണ്ട് അല്ലേ, ഇങ്ങനെ ഞാനത് ചെയ്യണം. അപ്പം പത്രോസ്ലീഹ പറഞ്ഞു, എന്നെ മുഴുവൻ കഴുകിക്കൂ. ഹല്ലേലൂയ. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളുടെ പാപത്തെ കുളിക്കാൻ അല്ലെങ്കിൽ കഴുകിക്കളയാൻ കഴിയാത്തത് കൊണ്ട് പരിശുദ്ധ ആത്മാവ് വന്ന് നിങ്ങളെ കുളിപ്പിക്കുന്നതിൻ്റെ പേരാണ് സ്നാനം. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല പാപത്തെയും പരിശുദ്ധാത്മാവ് വന്ന് കഴുകി. എത്ര കൊണ്ടാണ് യെശയ്യാവിൻ്റെ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറയുന്നത്, മഞ്ഞ് പോലെ വെളുപ്പിക്കും. കറ പിടിച്ചൊരു തുണി, നമ്മൾ പരസ്യക്കാരുണ്ടല്ലേ, കറ പിടിച്ചൊരു തുണി എത്ര കഴുകിയാലും അത് നന്നാകത്തില്ല, എത്ര കഴുകിയാലും നന്നാകത്തില്ല. പക്ഷേ നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരാണ് സ്നാനം. ഈ സ്നാനമാണ് പ്രധാനപ്പെട്ട സ്നാനം. അപ്പോൾ ഒരു സംശയം, ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വെള്ളത്തിൽ സ്നാനപ്പെടണമെന്ന്. അപ്പോൾ എന്താണ് ഈ വെള്ളത്തിലെ സ്നാനവും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം? ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ കഴുകി കുട്ടപ്പനാക്കി എന്ത് ചെയ്യുന്നറിയാവോ? പരിശുദ്ധാത്മാവ് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങളെ നേരെ കൊണ്ടുവന്ന് പഴയ സ്ഥലത്ത് കൊണ്ട് വെക്കും. ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. കഴുകിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ചെളിക്കകത്തോട്ട് വീഴാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ദൈവത്തിൻ്റെ കൂടെ കൊണ്ടിരുത്തും. റിസ്റ്റോർ ചെയ്യുക, യഥാസ്ഥാനപ്പെടുത്തുക. ഇതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കഴുകി കുട്ടപ്പനാക്കിയിട്ട് ദൈവത്തിൻ്റെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തും. ഇത്രയും നാളും ദൈവത്തിൻ്റെ കൂടെ പോരുന്ന ദൈവം മൂക്ക് പൊത്തുമായിരുന്നു. കാര്യം പാപത്തിൻ്റെ നാറ്റം കൊണ്ട് നിങ്ങളെ സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല. നമുക്കറിയാം, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് അതിലും ഇതിലുമൊക്കെ വേസ്റ്റിലൊക്കെ ചവിട്ടി മറിഞ്ഞ് ചെളി പിടിച്ച് വന്നാൽ നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ വീട്ടുകാരത് ഇങ്ങോട്ട് കയറണം, കുളിച്ചിട്ട് അകത്തോട്ട് കയറിയാൽ മതി എന്ന് പറയത്തില്ലേ? നിങ്ങൾ പറയത്തില്ലേ? പിള്ളേരെല്ലാം ഇങ്ങനെ അതും ഇതൊക്കെ ചവിട്ടി ചെളിയാക്കി നാറ്റം വരുന്ന എന്തെങ്കിലുമൊക്കെ ചവിട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേറല് കുളിച്ചിട്ടേ അകത്തോട്ട് കയറാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ തമ്പുരാൻ പറയും, പാപത്തിൻ്റെ നാറ്റവുമായിട്ട് സ്വർഗത്തിൽ കയറിയാൽ അവിടെ മുഴുവൻ നാറ്റമായിരിക്കും. പക്ഷെ നിങ്ങളുടെ നാറ്റം എത്ര കഴുകിയിട്ടും പോകുന്നില്ല. എത്ര കഴുകിയിട്ടും നിങ്ങൾ കഴുകും തോറും പിശാച് കൊണ്ടുവന്ന് ഇങ്ങനെ നിങ്ങളുടെ അകത്തോട്ട് ചെളി വാരിക്കൊണ്ടിരിക്കുക, പാപത്തിൻ്റെ കറ അവൻ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. ഉടനെ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൻ്റെ രക്തം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൈ കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്ത് കുളിപ്പിച്ചു. പരിശുദ്ധാത്മാവ് വന്ന് കഴുകിയപ്പോൾ നല്ല ഒന്നാന്തരമായിട്ട് എന്ത് ചെയ്തു? യേശുവിൻ്റെ രക്തം കൊണ്ട്. അതുകൊണ്ടാണ് ഈ സോപ്പ് കൊണ്ടൊക്കെ കഴുകുന്നൊരു ബൈബിളിൽ പറയത്തില്ലേ? ഇതൊക്കെ ഒരു അടയാളമാണ്. അപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് നിങ്ങളെ എന്ത് ചെയ്തു? യേശുവിൻ്റെ രക്തം കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ കുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നാറ്റമൊക്കെ അങ്ങ് പോയി. അപ്പോൾ പിതാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാറ്റമില്ലാത്തവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, എന്നിട്ട് എൻ്റെ കൂടെ അങ്ങ് ഇരുത്ത്. ഈ ഇരുത്തിയ പരിപാടിയുടെ പേരാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത്. ഇപ്പം മനസ്സിലായോ? ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുത്തി. ഇങ്ങനെ യഥാസ്ഥാനപ്പെടുത്തിയ നിങ്ങളിപ്പോൾ ആരാ? ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ അവകാശിയത്രേ. മനസ്സിലായോ? പൊസിഷൻ മാറിയത് കണ്ടോ? ഇന്നലെ വരെ നാറ്റം പിടിച്ച് പാപിയായിരുന്നു എന്നെ നോക്കിയിട്ട് ബൈബിൾ പറഞ്ഞു, നീ പാപിയാണ്, അന്യനാണ്, പരദേശിയാണ്, ശത്രുവാണ്, മിത്രമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മാറ്റിയിട്ടു. പക്ഷെ യേശു വന്ന് എന്നെ കഴുകി നല്ല ഒന്നാന്തരം വൃത്തിയുള്ള വ്യക്തിയാക്കി എന്നെ തിരിച്ചെടുത്ത് തമ്പുരാൻ പരിശുദ്ധാത്മാവ് എന്നെ പൊക്കിയെടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന തമ്പുരാനോട് പറഞ്ഞു, ഇപ്പം മിടുക്കനായി നീ. അതുകൊണ്ടാണ് എൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതിയാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇനി പാപിയ എന്ന് പറഞ്ഞ് നടക്കരുത്. പാപിയ എന്ന് പറഞ്ഞാൽ നാറ്റമുള്ളവെന്ന് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക്. ആമേൻ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളെയാണ് പിശാച് പറ്റിക്കുന്നത്. നീ പ്രാർത്ഥിച്ചാലെന്തോ ഒരത്ഭുതം ഉണ്ടാകാൻ പോകുന്നു. എൻ്റെ പൊന്നു സഹോദര, നീ പ്രാർത്ഥിച്ചാലേ അത്ഭുതം നടക്കത്തുള്ളൂ. നീ കൈവച്ചാലേ രോഗി സൗഖ്യമാകത്തുള്ളൂ. കാര്യം നീ ഇപ്പം ആരാണ്? യേശു ക്രിസ്തുവിലുള്ള വ്യക്തിയാണ്. ഇനി എന്താണ് ജലസ്നാനം എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം.
അപ്പോസ്തല പ്രവൃത്തി ഒരു വാക്യമുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ കേട്ടോണം, ഇവിടെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പത്രോസ്ലീഹ പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിന് ശേഷം ഈ പത്രോസ്ലീഹയുടെ വാക്ക് കൈക്കൊണ്ടവരൊക്കെയും സ്നാനമേറ്റു. അവർ 3000-ഓളം പേരായിരുന്നു. അപ്പോൾ പത്രോസ്ലീഹയുടെ വാക്ക് കൈക്കൊണ്ടവർ, ഈ വാക്ക് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 1 വയസ്സുള്ളൊരു കൊച്ചുണ്ട്. ആ കൊച്ചിനോട് പോയിട്ട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, പാപമാണ് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്, ശാപമാണ് നിന്നെ എന്ത് ചെയ്തത്, ഒരു ഗുണമില്ലാത്തവനാക്കിയത്, ആ ശാപമാണ് നിന്നെ ഗതിയില്ലാത്തവനാക്കിയത്, നീ പോകുന്നിടത്ത് ഗുണമുണ്ടാകത്തില്ല, എപ്പോഴും നീ തകർന്നവനായിരിക്കും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല, നിന്റെ രോഗം മാറത്തില്ല, നിന്റെ കഷ്ടത മാറത്തില്ല, ദുരിതം മാറത്തില്ല, നീ ദരിദ്രരായിത്തീരും എന്നൊക്കെ ആ 1 വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞാൽ കൊച്ചെന്നാ പറയും തിരിച്ച്? ഒന്ന് പറഞ്ഞേ. ഒന്നും മനസ്സിലാവൂല കുഞ്ഞിന്. ആ കൊച്ചു ഇരിക്കുന്നത് എന്തുവായി പറയുന്നത്, കൊച്ചു ചിന്തിക്കും ഇത് എന്തുവായി പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. അതായത് സുവിശേഷം പറയുമ്പോൾ തിരിച്ചറിയുവാനുള്ള ഒരു പ്രായം നമുക്ക് വേണം. ആ പ്രായത്തിന് മുമ്പ് ആർക്കും സ്നാനപ്പെടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതായത് യേശു എൻ്റെ കർത്താവ് എന്ന് പറയുകയും യേശു എൻ്റെ പാപത്തെ വഹിച്ചു എന്ന് പറയുകയും യേശു എൻ്റെ പാപത്തിനും ശാപത്തിനും വേണ്ടി അപ്പം പാപം എന്താണ് ശാപം എന്താണെന്നൊക്കെ മനസ്സിലാകാത്തവരോട് ഞാനിത് പോയിട്ട് പറഞ്ഞിട്ട് വല്ലോ കാര്യമുണ്ടോ? അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്നാനത്തിൻ്റെ ആവശ്യമില്ല, അവർ നേരെ കർത്താവിലേക്ക് പൊക്കോളും, ഒന്നും പേടിക്കണം. പ്രത്യേകിച്ച് ഒരു സ്നാനത്തിൻ്റെ ആവശ്യം അവർക്കില്ല, അവർക്ക് ഒരു വെള്ളം തളിക്കലിൻ്റെ ആവശ്യമില്ല, അവർക്ക് നേരെ യേശുവിലേക്ക് പോകും. തിരിച്ചറിവ് വരുന്ന സമയത്താണ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമൊക്കെ ലോകത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ബോധം വരുമല്ലോ, സുബോധം എന്നൊക്കെ പറയത്തില്ലേ. ഇവിടെ പത്രോസ്ലീഹയുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അതായത് 3000 പേരല്ല അവിടെ കൂടിയിരുന്നത്, 1000കണക്കിന് ആൾക്കാരുണ്ട്. അവത്തിൽ 3000 പേർക്ക് പരിശുദ്ധാത്മാവ് യേശുവിനെ വിശ്വസിക്കുവാൻ കൃപ കൊടുത്തു. ഞാൻ ഇന്നത് കംപ്ലീറ്റ് ചെയ്യത്തില്ല ഈ വാക്യം, കാര്യം നിങ്ങൾക്കിത് മുന്നോട്ട് കേൾക്കാൻ താല്പര്യമുണ്ടോ? സ്നാനത്തെ പറ്റിയൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇത്രയും കേട്ടതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? ആമേൻ. നമുക്ക് വചനം വേണം. വചനം കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത തടസ്സം എന്നാന്നുള്ളത് ക്ലിയർ ആകണം. ഇവിടെ ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കണം, ഒറ്റ വാക്ക് പറഞ്ഞ അത്ഭുതമാണ്. ആമേൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ സ്നാനം ഏൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് കുളിപ്പിക്കുക, ഇത്ര നിങ്ങളുടെ മനസ്സിൽ വന്നത്. കുളിപ്പിച്ചോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ കുളിപ്പിക്കുക. നിങ്ങൾ കുളിച്ചുകൊണ്ട് കാര്യമില്ല. ഇനി അവർ യേശുവിൻ്റെ വാക്ക് കേട്ട് അവർ സ്നാനമേറ്റ്, അത് 3000-ഓളം പേരായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, ഈ സമയത്ത് അപ്പോസ്തലന്മാർക്ക് യെരുശലേം ദേവാലയം, അത് യഹൂദന്റെ ദേവാലയമാണ്, അതല്ലാതെ ഇവർക്ക് ഏതെങ്കിലും പള്ളി ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഈ സ്നാനപ്പെടുന്നത് ഒരിക്കലും നമ്മൾ ഈ സഭ എന്നവിടെ കൊടുത്തിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് യെരുശലേം ദേവാലയത്തിൽ ചേരാനുള്ള പരിപാടിയല്ലത്. യേശുവിൻ്റെ ശരീരത്തോട് ചേരാൻ വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്. ഇനി വെള്ളത്തിലുള്ള സ്നാനത്തിൻ്റെ ഒരു തുടക്കം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഈ വചനത്തിലൂടെ വലിയ പ്രവൃത്തികൾ ചെയ്യും. എന്താണ് വെള്ളത്തിലുള്ള സ്നാനം? 2 കൊരിന്ത്യർ ലേഖനം അവിടെ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ നമുക്ക് തന്നും ഇരിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി ആകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? പുതിയ സൃഷ്ടി ബൈബിൾ വെച്ച് വ്യാഖ്യാനിക്കേണ്ട, നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ടൊരു ഉത്തരം പറ. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തോ? പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ
പഴയതിനെ റിപ്പയർ ചെയ്തെടുക്കുന്ന പരിപാടിയല്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ടി വി ഉണ്ട്. ആ ടി വി കേടായിപ്പോയി. ഞാൻ ആ ടി വിയിലെ കടയിൽ കൊണ്ടുവന്ന് നന്നാക്കി കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പഴയ ടി വി കാണുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾ ഉടനെ വന്നിട്ട് അയ്യോ പുതിയ ടി വി മേടിച്ചോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിക്കുവോ? ഇല്ല. ഞാൻ പുതിയതുപോലെ നന്നാക്കിയാലോ? അന്നേരം ശരിയായിരിക്കും. ഇല്ല അതും ഇനി ഞാൻ എത്ര ഷാമ്പു ഇട്ട് കുളിപ്പിച്ചുകൊണ്ട് വന്നാലും എത്ര വൃത്തിയാക്കിയാലും എത്ര നന്നായിട്ട് കഴുകിയാലും ആ ടി വി പഴയ ടി വിയാണ്. അപ്പൊ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഴയതിനെ റിപ്പയർ ചെയ്തെടുക്കുന്നതല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പഴയ എന്തോ ഒന്നിനെ നന്നാക്കിയെടുത്തില്ല. അപ്പം തന്നെ ശ്രദ്ധിച്ചു നോക്കിയേ, പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുണ്ടായി വന്നതാ. പുതിയ ടി വി മേടിച്ചു എന്ന് പറഞ്ഞാൽ പഴയ ടി വി റിപ്പയർ ചെയ്തല്ലേ എന്നാരും ചോദിക്കുവോ? ഇല്ല. പുതിയ ടി വി അല്ലേ, എത്ര രൂപയായി, ഇത് കൊള്ളാമല്ലോ, ഇങ്ങനെയല്ലേ പറയത്തുള്ളൂ. ഞാൻ പഴയ ടി വി പുതിയതുപോലെ ആക്കി. എത്ര പുതിയതുപോലെ ആക്കിയാലും അത് പഴയ ടി വിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പുതിയ സൃഷ്ടിയാകുന്നു. അടുത്ത വാക്യം പറയാണ് പഴയത് കഴിഞ്ഞു പോയി. ശ്രദ്ധിച്ചോണം, പഴയത് കഴിഞ്ഞുപോയി പുതിയതായി തീർന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം യേശുവിലേക്ക് വരുന്ന സമയത്ത് നിക്കോദീമോസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാക്യം എടുത്തു. എനിക്ക് സത്യം പറഞ്ഞ് നേരം വെളുക്കുന്നവരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് നമുക്ക് പയ്യെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാര്യം എനിക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേലെ കൃപാവരങ്ങളൊക്കെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഈ അറിവ് കിട്ടിയപ്പോഴാണ് കൃപാവരങ്ങളിലെ ശുശ്രൂഷകളൊക്കെ കൂടുതൽ ചെയ്യുവാനൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, നിക്കോദീമോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട് കർത്താവ് യേശുവിനോട്. യേശു വന്ന് പറയുകയാണ്, നമ്മൾ ഇന്നാൾ പറഞ്ഞാണ് ഈ വാക്യം, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദ പ്രമാണി നിക്കോദീമോസ് വന്നിട്ട് പറയുക, റബി നീ ദൈവത്തിനൊക്കെ വന്ന ഉപദേശം എന്ന് അറിയുന്നു. ഓക്കെ, അതായത് പറയാണ് ഈ യേശുവോട് പറയണം, ആമേൻ ആമേൻ ഞാൻ ഇവിടെ പറയുന്നു പുതുതായി ജനിക്കണം. ശ്രദ്ധിച്ച് നോക്കിയേ, പുതുതായി. അപ്പം പുതിയത് പറയുന്ന അർത്ഥം എന്തുവാ? പഴയത് റിപ്പയർ ചെയ്യുന്നതല്ല. യേശു നേരിട്ട് പറയുകയാണ് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. ഉടനെ നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യൻ ചോദിക്കും, വൃദ്ധനാണ് പുള്ളിയെ, വൃദ്ധനായ ശേഷം, വൃദ്ധൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മധ്യവയസ്കനാണ്. കാര്യം ഒരു അവിടുത്തെ ഒരു പരീക്ഷ പ്രമാണി എന്ന് പറഞ്ഞാൽ ഏകദേശം 40 വയസ്സിന് മുകളിൽ പ്രായം വരണം. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, വൃദ്ധനായ ശേഷം എനിക്കിനി പിന്നെ എങ്ങനെയാണ് ജനിക്കാൻ, ജനിച്ചൊരു വ്യക്തിക്ക് എങ്ങനെയാണ് പിന്നെ ജനിക്കാൻ പറ്റുന്നത്? നമ്മൾ പറയത്തില്ലേ, ഞാൻ 2000 അല്ലെങ്കിൽ നിങ്ങളൊരു ദിവസം പറയും എനിക്ക് 1960 ഞാൻ ജനിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ 1960 2018 ഞാൻ വീണ്ടും ജനിച്ചു. അപ്പോൾ അവരിങ്ങനെ വട്ടായോ എന്ന് ചോദിക്കും. ഒരാൾക്ക് എങ്ങനെ 2 പ്രാവശ്യം ജനിക്കാൻ പറ്റുന്നത്? ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലേ ജനിക്കാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണ് നിക്കോദീമോസ് ചോദിക്കുന്നത്, യേശുവേ എങ്ങനെയാണ് ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി ജനിച്ചയാളാ. നിക്കോദീമോസ് പറയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായിട്ട് പോകാൻ പറ്റുമോ? അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്കിനി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പോയിട്ട്, നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന ഒരു ഫോമുണ്ട്, പിന്നെ കയ്യും കാലും വളർന്നു വരുന്നുണ്ട്, പിന്നെ വളർന്ന് ഒരു പ്രോസസ്സിങ് തന്നെയാണ്. ആ പുള്ളി ചോദിക്കുകയാണ്, ഈ 19 വയസ്സുള്ള ഞാൻ ഇനി പിന്നെ അമ്മ ചിലപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി പിന്നെ കിടക്കണം, അതിന് ചെറുതാകണം, കുഞ്ഞാകണം, ഓരോ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഓരോരോ പ്രോസസ്സിലും കൂടെ പോകണം. ഇത് നടക്കുമോ എന്ന് യേശുവിൻ്റെ മറുപടി കണ്ടോണേ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ പുതുതായി ജനിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം യേശു പറഞ്ഞത് പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ നീ പിന്നെയും പോയിട്ട് ജനിക്കുകയല്ല, പുതിയൊരാൾ വരാൻ പോവുക. അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെന്ന വ്യക്തി പിന്നെ അവിടെ റോളില്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? അങ്ങനെയാണെങ്കിൽ യേശുവെ അങ്ങ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാൻ എന്നാ വഴി? റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഓടിപ്പോകാം. എന്താണ് സ്നാനമെന്ന് പൗലോസ്ലീഹ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്ന സ്നാനമേറ്റിരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചോണം. അപ്പം സ്നാനമെന്ന് പറഞ്ഞാൽ മരണ ശുശ്രൂഷയും കൂടെയാണ്. നമ്മളോർത്ത് സ്നാനം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണല്ലേ. സ്നാനം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന ലോകത്തിൽ ഇത്രയും ദിവസം ജീവിച്ച വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ആ വ്യക്തി പറയുന്നു രക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെന്ന വ്യക്തി ഇപ്പം മരിക്കണം. എങ്ങനെയാണ് മരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്നാനം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കുളിപ്പിക്കുക.
ഇനി ഞാൻ നേരെ നമ്മുടെ വെള്ളത്തിലെ സ്നാനത്തെ പറ്റി പറയാം. ഇനി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, നിങ്ങളൊരു ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ ആറ്റിൽ കോട്ടയത്തെ ഒരു ആറിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. കൊടമാളൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു ആറ്റിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അപ്പോൾ ആ ആറ്റിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല കുത്തൊഴുക്കുള്ള വെള്ളമായിരുന്നു. അവിടെ പോയിട്ട് നടയിറങ്ങി ചെന്നിട്ട് ആ വെള്ളത്തിൽ മുങ്ങുമ്പം അവിടെ ചൂണ്ടിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ നിൽപ്പുണ്ട്. ഇവർ ഓർത്ത് ഇത് എന്തുവാ സംഭവം, പുള്ളി ഓർത്ത് ഞാൻ കുളിക്കാൻ വന്നായിരിക്കുന്നു. അപ്പം ഞാനും ചില ബ്രദർമാരും ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ നേരെ മുങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ മുങ്ങുമ്പം ഞാൻ വചനം വിളിച്ചു പറയുകയാണ്, ഞാൻ എന്ന വ്യക്തി വെള്ളത്തിൽ മുങ്ങുന്നു. അതാണ് സ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളം മുഴുവനും എൻ്റെ ശരീരത്തിൽ വരണം. അപ്പം ആ വ്യക്തി മുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ, ഞാൻ എന്ന വ്യക്തി മരണപ്പെടുന്നു. പാപസംബന്ധമായി ബൈബിൾ പറഞ്ഞു കേട്ട് യേശുവിൻ്റെ കൂടെ ചേരണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ സകല പാപവും പാപനിമിത്തം ഉണ്ടായ സകല മരണവും യേശു വഹിച്ചതുകൊണ്ട് യേശുവിൻ്റെ കൂടെ ചേരുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം, അതായത് എൻ്റെ പഴയ മനുഷ്യൻ പാപം ചെയ്ത് ഏദെൻ തോട്ടത്തിൽ പാപജഡമായ ആദത്തിൽ നിന്നുണ്ടായ എൻ്റെ സകല ജനസും ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. ആദത്തിൻ്റെ ജനസിനോട് ഞാൻ ബൈ ബൈ പറയുകയാണ്. ഏദെൻ തോട്ടത്തിൽ പാപം ചെയ്ത് ഉൽപ്പത്തി മുതൽ യേശുവിൻ്റെ കാലം വരെ ഉണ്ടായിരുന്നൊരു ജനസുണ്ടല്ലോ, പാപത്തിൻ്റെ ജനസ്. ഈ ജനസിൽ നിന്നും ഞാൻ മരണപ്പെടുന്നു, ഞാൻ വേർപെട്ടു പോകുന്നതാണ്. ഞാനത് ലോകത്തോട് പറയണം, സഹോദര കേട്ടേ, എന്നെ ആ കവലയിൽ ആ വെള്ളത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന സകല മനുഷ്യരോട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ആദത്തിൻ്റെ ജനസിൽ നിന്നും, പാപം ചെയ്ത എൻ്റെ മുതുമുത്തച്ഛനായ ആദത്തിൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ ടാറ്റ പറയുകയാണ്. ഞാൻ വെള്ളത്തിലോട്ട് മുങ്ങുമ്പോൾ ഞാൻ മരിച്ചു. ഇനി വെള്ളത്തിൽ നിന്ന് ഞാൻ പൊങ്ങി എണീക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ഞാൻ ഇന്നു മുതൽ പഴയ മനുഷ്യനല്ല, ഞാൻ പുതിയ ഒരാളായി മാറി. അപ്പോൾ ഒരു ചോദ്യം, നിന്റെ അപ്പനാരാണ്? ഇന്നു മുതൽ ആദമല്ല എൻ്റെ പിതാവ്, എൻ്റെ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്. ഇനി എൻ്റെ മുതുമുത്തച്ഛൻ ആരാണ്? ആദമല്ല, എൻ്റെ പിതാവും മുത്തച്ഛനുമെല്ലാം സ്വർഗത്തിലെ ദൈവമാണ്. പത്രോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇതാണ് ന്യൂ ക്രിയേഷൻ. ഇനി രക്ഷിക്കപ്പെട്ടപ്പോൾ ഇനി കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ജലത്തിൽ സ്നാനപ്പെടുന്നത് കൽപ്പനയാണ്. ലോകത്തോട് ഞാൻ പറയണം, ലോക മനുഷ്യനോട് ഞാൻ പറയുന്നു, സഹോദര എന്നെ പരിശുദ്ധാത്മാവ് കുളിപ്പിച്ചു. ഇനി ആദത്തിൻ്റെ തലമുറയോട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ യേശുവിൻ്റെ തലമുറയാന്ന് ലോകക്കാരോട് ഞാൻ പറയണം. ഇതാണ് വെള്ളത്തിലുള്ള സ്നാനം. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ്, അതിൻ്റെ നിഴലാണ് വെള്ളത്തിൻ്റെ സ്നാനം. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എന്നെ ചെയ്തെന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് വെള്ളത്തിലെ സ്നാനം. മനസ്സിലായോ? ഇതാണ് സംഭവിച്ചത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക വളരെ ലളിതമായിട്ട്. ലോകത്തിൽ ആൾക്കോട് പറയുകയാണ്, സഹോദര ഇതെന്തുവാ പരിശുദ്ധാത്മാവ് കുളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തുവാ നീ കാണാൻ പോതേ, ഞാൻ വെള്ളത്തിലോട്ട് മുങ്ങുന്ന കണ്ടോ? മുങ്ങി. എന്ത് ചെയ്തു? എന്നെ മുഴുവനും കഴുകി. എൻ്റെ പഴയ ജനസുണ്ടല്ലോ, ആദത്തിൻ്റെ ജനസ്, അതിൽ നിന്ന് എന്നെ വേർപെടുത്തിയെടുത്ത് അതിനെ, ആ ശരീരത്തെ എന്ത് ചെയ്തു? മരണപ്പെടുത്തിയിട്ട് യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുക. അത് ഞാൻ അടുത്ത ദിവസം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ശരീരത്തോട് എന്ത് ചെയ്തു? ആ മരണത്തോട് എന്നെ ഏകീഭവിച്ചിട്ട് യേശു എണീറ്റതുപോലെ എന്നെ പുതിയ ഒരു മനുഷ്യനാക്കി സൃഷ്ടിച്ചു. ഇതാണ് വിശ്വാസി. ഇനി സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജാതി പറഞ്ഞുകൊണ്ട് നടക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിശാച് പുറകെ വരും. കാര്യം നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. ഇനി നിങ്ങളുടെ അഡ്രസ്സ് സ്വർഗത്തിലെ അഡ്രസ്സാണ്. ഇതാണ് രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ തീർന്നിട്ടില്ല, ഇത്തിരി സംശയങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഈ സംശയമൊക്കെ നമ്മൾ വരുന്ന ദിവസം നിങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കുവാണെങ്കിൽ ആ സംശയങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം കർത്താവിൻ്റെ കൃപയാൽ ഞാനിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇപ്പം എത്രത്തോളം മനസ്സിലായോ നിങ്ങൾക്ക് രക്ഷയ്ക്കപ്പെടുവാന്നും. എന്നിട്ട് നിങ്ങളിനി മർക്കൂസിൻ്റെ സുവിശേഷം ഒന്ന് വായിച്ച് നമ്മൾ നേരെ മർക്കൂസിലോട്ട് വരികയാണ്. ഇനി നോക്കിക്കേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു. ഇനി വിശ്വസിച്ചവർ, അതായത് എങ്ങനെ വിശ്വസിച്ചവർ, അത് നമ്മൾ നാളെ അവിടെ നിന്ന് തുടങ്ങുന്നത്. ഈ അടയാളം നടക്കും. അവരെൻ്റെ നാമത്തിൽ എന്ത് ചെയ്യും? ഭൂതങ്ങളെ പുറത്ത്. കാര്യം നിങ്ങളിപ്പോൾ ആരാന്നറിയാവോ? നിങ്ങൾ ആദത്തിൻ്റെ തലമുറയല്ല, യേശുവിൻ്റെ തലമുറയാണ്. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഭൂതങ്ങൾ ഓടും. ദൈവത്തിൻ്റെ മക്കൾ പറഞ്ഞാൽ ഭൂതം ഓടും. ആദത്തിൻ്റെ മക്കൾ പറഞ്ഞാൽ ഭൂതം ഓടിക്കും അവരെ.
ഈ ആടത്തിൻ്റെ മക്കളോട് പറയും, ഈ ഓടാന്ന് പറഞ്ഞാൽ പിശാച് നിങ്ങളെ ഓടിക്കും. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ പറഞ്ഞാൽ പിശാച് പറയും ഓടാനേ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞെങ്കിൽ പിശാച് ഓടിയെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പിശാച് ഓടിയിരിക്കും. യേശു പറഞ്ഞപ്പോൾ പിശാച് കീഴ്പ്പെട്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പിശാച് കീഴ്പ്പെടും. യേശു പറഞ്ഞപ്പോൾ രോഗി സൗഖ്യമായെങ്കിൽ നിങ്ങൾ പറഞ്ഞ അതിൻ്റെ കാര്യം എന്തുവാ? അതേ പുത്രൻ്റെ ആത്മാവാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി അഭിഷേകം വേണോ? പ്രത്യേകിച്ച് നിയോഗം വേണ്ട. നിങ്ങൾ പുത്രനാണോ? നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. പുത്രത്വമാണ് എൻ്റെ ക്വാളിറ്റി. ഞാൻ പുത്രനാണോ? എനിക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റും. ഞാൻ പുത്രിയാണോ? എനിക്ക് രോഗിയെ സൗഖ്യമാക്കാൻ പറ്റും. ഞാൻ പുത്രിയാണോ? എനിക്ക് അന്യഭാഷ പറയാൻ പറ്റും. ഞാൻ പുത്രിയാണോ? എനിക്ക് അഭിഷേകത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പറ്റും. ഈ ബോധം എന്നെ കൊണ്ടിരുന്നതാണ് സ്നാനം. അപ്പോൾ വെള്ളത്തിലെ സ്നാനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. വെള്ളത്തിലെ സ്നാനം എന്നെ ഈ ബോധത്തിൽ കൊണ്ടുവരികയാണ്. വെള്ളത്തിലെ സ്നാനം എന്നെ ബോധത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ വന്നെന്ന് എനിക്കറിയാം. ലോകത്തിൽ ഒത്തിരി പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്കൊരിക്കലും സ്നാനത്തിൻ്റെ ആവശ്യമില്ല. ഈ ബോധം വരണം അവർക്ക്. യേശു കർത്താവ് എന്നൊക്കെ പറയുമ്പം നമുക്ക് വല്ലതും മനസ്സിലായോ? ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിനോട് ഭർത്താവ് ഭാര്യ എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ഇല്ലല്ലോ. ഭർത്താവും ഭാര്യയും എന്നൊക്കെ ഒരു 2 വയസ്സ് കൊച്ചിനോട് പറഞ്ഞേ അത് ഭർത്താവാണ് കേട്ടോ, ഇത് ഭാര്യയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ 2 വയസ്സുള്ള കൊച്ചു എന്ത് പറയും? അപ്പോൾ ആ കൊച്ചിനോട് കർത്താവ് എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ഭർത്താവും ഭാര്യ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല, പിന്നെ ആ കർത്താവ് എന്ന് പറഞ്ഞ. അപ്പോൾ ഈ ഒരു സുബോധം വേണം ആൾക്കാർക്ക്. ഇതില്ലാത്ത ആളെ സ്നാനപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. കർത്താവും ഭർത്താവും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായം വേണം. ഈ ഒരു ബോധമുള്ള ഒരാൾക്ക് വേണ്ടി. അല്ലാത്തവരിപ്പം എന്ത് സംഭവിക്കും? കർത്താവ് അവരെ സ്നേഹിത്തിൽ യേശു, അവർക്ക് തീർച്ചയായിട്ടും ഡയറക്റ്റാണ് രക്ഷ. കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഭയങ്കര ഭാഗ്യമാണ്. അവർക്ക് നേരിട്ട് എന്ത് ചെയ്യാം? യേശുവിലേക്ക് പോകാം. കാര്യം അവർക്ക് അതിനുള്ള ചിന്താശേഷികളിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അതുകൊണ്ട് ഒത്തിരി പ്രയോറിറ്റികൾ ബൈബിളിലുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. പോലെ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മാമോദിസയുടെ ചില സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, യേശുവിനെ കർത്താവൻ രക്ഷിതാവുമായി ഏറ്റു പറയാൻ പറ്റുന്ന വ്യക്തിയുടെ സ്നാനമാണ് യഥാർത്ഥത്തിൽ ബൈബിൾ പ്രകാരമുള്ള സ്നാനം. ഞാനത് തുടക്കത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളിലേക്കൊക്കെ വരാൻ പറ്റും. ഇതെല്ലാം ക്ലിയർ ചെയ്യും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. കാര്യം ഈ ഒരു വിഷയം കർത്താവ് തന്നപ്പോൾ എനിക്ക് ഡൗട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇനി ഈ ദിവസങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഇനി ഒരു മടിയും കാണിക്കേണ്ട. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഒറ്റ കാരണം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മകളാന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ. അപ്പോൾ എല്ലാവരും പറയും അതിന് പ്രത്യേക കൃപ വേണം കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ, വീട്ടിലെ കൊച്ചിന് പ്രത്യേകിച്ചൊരു അവകാശത്തിൻ്റെ ആവശ്യമുണ്ടോ? പറ. നിങ്ങളുടെ വീട്ടിലെ പിള്ളേരോട് പറയും അതേ ചോറ് തിന്നണമെങ്കിൽ അതിന് പ്രത്യേക കൃപ വേണം കേട്ടോ. പറയുമോ? നിങ്ങൾ പറയുമോ? ഇല്ല. അത്രയേ ഉള്ളൂ. ഭൂതത്തെ പുറത്താക്കാൻ പ്രത്യേക കൃപ വേണ്ട. ഞാൻ യേശുവിൻ്റെ മകനാണ്. പിശാചിങ്ങനെ നോക്കിയിരിക്കുക, നിങ്ങളെ പഠിപ്പിക്കുക, എല്ലാ ദിവസവും ക്ലാസ് എടുപ്പിക്കുക. നിനക്കതിനുള്ള കഴിവൊന്നും ഇല്ല കേട്ടോ, നിനക്കതിനുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നീയൊക്കെ കൈവച്ചാൽ ഭൂതം തിരിച്ചു മറിഞ്ഞ് നിനക്കിട്ട് അടി കിട്ടും. നിങ്ങൾ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ പൈതല സഹോദരൻ, എന്നെ തൊട്ടാൽ പിശാചൻ നീ വിവരം അറിയും. തമ്പുരാൻ ബൈബിളൊരു വാക്യമുണ്ട്, ദൈവത്തിൻ്റെ പഴനിമത്തിൻ്റെ വാക്യം, തൻ്റെ ദാസന്മാരെ തൊടുന്ന ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി തൊടുന്ന പോലെയാണ്. മക്കളെ തൊടുന്ന കാര്യമല്ലേ പറഞ്ഞത്, ദാസന്മാരെ തൊടുന്നതാണ്. അപ്പോൾ നമ്മൾ മക്കളെങ്കിലോ നമ്മൾ അവകാശികളാണ്. ഇതുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പദവി. ഈ ദിവസങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2 രോഗിയെ കാണുകയാണ്. നിങ്ങൾക്ക് പ്രവചിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങൾക്ക് പ്രവചന വരം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? 9 കൃപാവരങ്ങളെപ്പറ്റി നമ്മൾ വരും ദിവസങ്ങളിൽ എടുക്കുന്നുണ്ട്. 9 കൃപാവരങ്ങൾ ബൈബിളുണ്ട്. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്, സ്പിരിറ്റ് ഓഫ് മിറക്കിൾ, ദി സ്പിരിറ്റ് ഓഫ് ഡിസൈനിങ് സ്പിരിറ്റ്, അങ്ങനെ സ്പിരിറ്റ് ഓഫ് ടങ്സ്, സ്പിരിറ്റ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ടങ്സ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കൃപാവരങ്ങൾ. ഈ കൃപാവരങ്ങൾ 9 കൃപാവരങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അറിയാമോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോടാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങളിലൂടെ കൃപാവര ശുശ്രൂഷകൾ വെളിപ്പെടാൻ വേണ്ടി പോവാം. ഇത് ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെ നിങ്ങളിത് കേട്ടിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം നിങ്ങൾ കാണുന്നില്ലേ ഒത്തിരി അത്ഭുതങ്ങൾ. നിങ്ങളുടെ ഉള്ളിലെ പ്രവചന വരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ കണ്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ വല്ലതും ചെയ്തിട്ടാണോ? ഈ വചനത്തിൻ്റെ അറിവിലെ ശക്തി നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഒരുമനപ്പെട്ട് നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. അപ്പം നാളെ നമ്മൾ
ഇനി ഒരു വ്യക്തി സ്നാനപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ, ഒത്തിരി സംശയം വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ആത്മസ്നാനം, എന്താണ് ജലസ്നാനം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലേക്ക് വരുന്നതെന്നുള്ളത് കേൾക്കാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പലരും ചോദിച്ചു, ബ്രദറെ ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ വ്യത്യാസം കണ്ടില്ല. ശ്രദ്ധിച്ചോണം, എവിടെയാണ് നമ്മൾ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 10 രോഗികൾ വന്നു, ആണ്ടും ചെന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യത്യാസവും കണ്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കരം, നിങ്ങൾ ആ വചനം നോക്കിക്കുക, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. യേശുവിന് ഈ ഭൂമിയിൽ രോഗികളെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ കരം വേണം. നിങ്ങളുടെ കരമാണ് യേശു കണ്ടിരിക്കുന്നത്. യേശുവിന് വേണമെന്നുള്ളതല്ല, എൻ്റെ കൂടെ പറഞ്ഞ് യേശു രോഗികളെ സൗഖ്യമാക്കുന്നത് എൻ്റെ കരത്തിലൂടെയാണ് ബൈബിള് പറയുന്നു എന്ന് പറഞ്ഞ്. ഇനി നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ കൈ മതി. മറ്റുള്ളവരെ സൗഖ്യമാക്കുവാൻ ഇത് ഞാൻ പറയുന്നതല്ല, യേശു പറയുന്നത്. അപ്പം നിങ്ങൾ കൈ വെക്കണമെന്ന് യേശു നമ്മളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ രോഗിയെ കാണുമ്പോൾ, ബ്രദറെ ഞാൻ കൈ വെച്ചു ബ്രദറെ, അയാൾക്കൊരു വ്യത്യാസവും വരുന്നില്ല ബ്രദറെ, വരുന്നില്ലെങ്കിൽ പിന്നെയും പ്രാർത്ഥിക്കണം. ഇനി അയാളെ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇനി അയാളെ മാത്രം വട്ടം പിടിക്കാതെ അടുത്ത ആൾക്കോട് പോകണം, അയാളെയും പ്രാർത്ഥിക്കണം. അയാൾക്ക് സൗഖ്യം നടക്കുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ദൈവത്തോട് ചോദ്യം, കർത്താവേ ഈ ഞാൻ പ്രാർത്ഥിച്ചു 10 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ആ വ്യക്തി സൗഖ്യമാകുന്നില്ല, ഇനി എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമുക്ക് പ്രവചന കൃപാവരത്തിലൂടെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. ദൈവം തിരിച്ച് നമ്മളോട് സംസാരിക്കും. അപ്പോൾ കൃപാവരങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതും കൂടെ മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം സൗഖ്യം നടന്നില്ലെങ്കിൽ ദൈവത്തോട് പറയണം എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല. അടുത്ത ആളോട് പോകാതിരിക്കരുത്, അടുത്ത ആൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളോട് കൃപാവരത്തിലൂടെ സംസാരിക്കും. കൃപാവരത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു കൃപാവരമാണ് ഡിസേണിങ് സ്പിരിറ്റും പ്രൊഫറ്റിക്കൽ സ്പിരിറ്റും. പ്രവചന വരത്തിലൂടെയും വിവേചന ആത്മാവിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കും. ഈ 2 കൃപാവരങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അന്യഭാഷാ വരത്തിലൂടെ ദൈവം നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇത് 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ദിവസങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിലേക്ക് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സൗഖ്യം. നിങ്ങളുടെ കരമാണ് രോഗിയെ സൗഖ്യമാക്കുന്നത്. ഈ കരങ്ങൾ വെച്ചുകൊണ്ടേയിരിക്കണം. യേശുവിൻ്റെ യേശു പറഞ്ഞ കരം എൻ്റെ കരമാണ്. കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, കൈ വെച്ചുകൊണ്ടേ ഇരിക്കണം. ഇനി അതിലേക്കുള്ള സൗഖ്യത്തിൻ്റെ അടുത്ത തലത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ തുടർമാനമായിട്ട് ഏത് രോഗിയെ കണ്ടാലും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ബോധ്യം, അയ്യോ എൻ്റെ കൈക്ക് വേണ്ടിയാണ് ആ രോഗി വെയിറ്റ് ചെയ്യുന്നത്, എൻ്റെ കൈവെപ്പിന് വേണ്ടിയാണ് ആ രോഗി വെയിറ്റ് ചെയ്യുന്നതെന്നുള്ള ബോധം വരണം നിങ്ങളുടെ ഉള്ളിൽ. ഒന്നും നിങ്ങൾ ഭാരപ്പെടണ്ട, പ്രത്യേകിച്ച് അതിനുവേണ്ടി അഭിഷേകമൊന്നും വേണ്ട. നിങ്ങൾക്കൊരു ബോധം ഉണ്ടായാൽ മതി, ഞാൻ പുത്രനാണ് പുത്രിയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണേ. പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പിന്നെയും സമയങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഒരു ദിവസം നമുക്ക് ഫുൾ അങ്ങോട്ടിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു പ്രാർത്ഥന വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും തയ്യാറാണെങ്കിൽ നമുക്കിതേപോലെ ഏതെങ്കിലും മാസത്തിലൊന്ന് ഇങ്ങനെ അങ്ങ് പോകാം. ഫുള്ളൊരു വചനമൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് പല രാജ്യത്തുള്ളവരും പല ജോലിയിലൊക്കെ ഉള്ളവരായതുകൊണ്ടാണ് ഞാൻ എല്ലാവരും നിർബന്ധിക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാത്തത്, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസം അങ്ങനെ അതിന് വേണ്ടി മാറ്റി വെക്കാം. മാസത്തിലൊന്നൊരു വേണമെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് പോലെയൊക്കെ വേണമെങ്കിൽ ഫുൾ ഡേ അങ്ങ് ഇരിക്കാം, വചനത്തിൽ അങ്ങ് ഇരുന്ന് അങ്ങ് പോവാം. അപ്പോൾ എന്താണ് ഫാസ്റ്റിംഗ് എന്നുള്ളതൊക്കെ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ സ്നാനം നിങ്ങൾ മറക്കരുത്. സ്നാനപ്പെട്ട വ്യക്തി അത്ഭുതം ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ പേടിക്കുമെന്ന് വേണ്ട, നിങ്ങളിലൂടെ നടന്നിരിക്കും. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ബ്രദറെ എനിക്ക് പ്രത്യേകിച്ച് കൃപയുണ്ടോ? ബ്രദറെ നിങ്ങൾ പുത്രനാണ്, അതാണ് കൃപ. നിങ്ങൾ മകനാണ്, ഇതാ കൃപ. മക്കൾ പറഞ്ഞാലേ പിശാച് പോകത്തുള്ളൂ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്നെല്ലാവരും നിങ്ങളിലുള്ള കൃപാവരങ്ങളൊക്കെ ജ്വലിച്ചു വരാൻ പോകേണ്ടി പോവുക. നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ മക്കളാകട്ടോ, നിങ്ങൾക്ക് പ്രവചിക്കുവാൻ പറ്റും. നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൈയെടുത്ത് ആ രോഗമുള്ള വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു പറഞ്ഞു, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. എൻ്റെ സ്വന്തം കൈ സൗഖ്യത്തിൻ്റെ കൈയാണ്, അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന കൈയാണ് എൻ്റെ കൈയെപ്പറ്റി ബൈബിൾ പറയുന്നു.
കൈനോട്ടക്കാരൻ പറയത്തില്ല കയ്യെ നോക്കിയിട്ട് ഇത് വലിയ ഭാഗ്യരേഖയാണ്. ചിലർ പറയത്തില്ല ഈ കൈ നോക്കിക്കഴിഞ്ഞാൽ കൈനോട്ടക്കാരൻ്റെ പുറകെ പോകാതെ ബൈബിളിൻ്റെ പുറകെ പോകും. ബൈബിൾ എൻ്റെ കയ്യെപ്പറ്റി പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കൈയെടുത്ത് വെച്ചേ. രോഗിയാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കാതെ ചാടി എണീറ്റേ. രോഗിയാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആർക്കും ഇനി കിടക്കാൻ പറ്റത്തില്ല ബ്രദറെ, എനിക്ക് വലിയ രോഗമാണ് ബ്രദറെ. ഞാൻ ഇങ്ങോട്ട് പറയുന്നു, നമ്മൾ രോഗികളെ സൗഖ്യമാക്കാനുള്ളവരാണ്. രോഗിയായി പറഞ്ഞ് എൻ്റെ കൂടെ പറയാം, രോഗിയായി കിടക്കാനുള്ളവരല്ല ഞാൻ, രോഗികളെ സൗഖ്യമാക്കാനുള്ള വ്യക്തിയാണ്. രോഗികളെ സൗഖ്യമാക്കാനുള്ള വ്യക്തി രോഗിയായി കിടന്നാൽ എങ്ങനെ ശരിയാവും? ശ്രദ്ധിച്ചു നോക്കി. രോഗികൾ ഇപ്പം ഡോക്ടർ രോഗികളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളാണ്. ഡോക്ടർ പറയുക, ഓ എനിക്കിന്ന് പോകാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെയാണ് രോഗികളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വീട്ടിൽ നിന്ന് വല്ലതും നടക്കൂ? നിങ്ങൾ ഡോക്ടറാണ്, ക്രിസ്തുവിൻ്റെ ഡോക്ടർമാരാണ് നിങ്ങൾ. യേശു പറഞ്ഞ ഡോക്ടർമാരാണ് നിങ്ങൾ, ക്രിസ്തു യേശുവിൽ. അപ്പം നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം? സൗഖ്യം വേണം. എനിക്ക് സൗഖ്യം വേണം. അതിന് എൻ്റെ കൈ തന്നെ മതി, എൻ്റെ നാവ് തന്നെ മതി, എൻ്റെ ഹൃദയത്തിലെ വചനം മാത്രം മതി. ഇന്ന് സൗഖ്യം നടക്കുവാണ്, ഏത് മാരക രോഗമായിക്കോട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കേട്ടു ഒത്തിരി ശരീരത്തിൽ നിന്നുള്ള രോഗങ്ങൾ സൗഖ്യമായത്. എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ അജാസിനോട് സംസാരിച്ചപ്പോഴേക്കും ആൾക്കാർ സാക്ഷ്യങ്ങൾ ഒത്തിരി പറയുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നേരിട്ട് നമ്മുടെ മീറ്റിങ്ങിലെല്ലാം എറണാകുളത്തും കോട്ടയത്തും ഒക്കെ നടക്കുന്ന മീറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, ശുശ്രൂഷ നിങ്ങളിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷ, നിങ്ങൾ അനേകർക്കൊരു രോഗികളെ വിടുവിക്കുകയും പ്രവചിക്കുന്ന ശുശ്രൂഷകളും കർത്താവിൻ്റെ സുവിശേഷം പറയുന്ന വ്യക്തികളാക്കി നിങ്ങളെ കർത്താവ് മാറ്റാൻ പോകുന്ന ശുശ്രൂഷ ഉള്ളതൊക്കെ. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ മിസ്സായവർ സാക്ഷ്യം പറയാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാം. മെഡിക്കൽ റിപ്പോർട്ടുകളുമായിട്ട് നിങ്ങൾ വരാൻ കഴിയുന്നവർ വരിക. കാര്യം ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, നമുക്ക് ആർക്കെങ്കിലും സംശയം തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇനി അതൊരു ആർക്കെങ്കിലും കേൾക്കുന്നവർക്ക് അതൊരു വിശ്വാസം എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുകളുമായിട്ട് നിങ്ങൾക്ക് വരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രദർ വന്നതുപോലെ തന്നെ, മനോജ് ബ്രദർ വന്ന പോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളുമായിട്ട് നിങ്ങൾക്ക് വരാം. അതിനുള്ള സമയമുണ്ട്, അതിനുള്ള സാക്ഷ്യത്തിൻ്റെ സമയമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ നിമിഷം പ്രാർത്ഥിച്ച യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഞാനൊരു ഗായത്രി എന്ന് പറയുന്നൊരു മോളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഗായത്രി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു വാക്ക് എന്നോട് കർത്താവ് പറയണം. ചില അവകാശങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ചില അവകാശങ്ങൾ തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, കുരുങ്ങിക്കിടക്കുന്ന ചില സ്ഥല സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളെ അത്ഭുതമാക്കി ഗായത്രിയുടെ ഭവനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ. യേശുവിന് ചില അവകാശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോവുക. പ്രത്യേകിച്ച് വസ്തു സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ ഒരു വലിയ സമാധാനം കർത്താവ് കൊണ്ടുവരികയും ചില അവകാശങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഇതേ സെയിം വിഷയവുമായി ബന്ധപ്പെട്ട് കർത്താവ് സ്പർശിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതേ വസ്തു സംബന്ധമായ വലിയൊരു സ്ട്രഗിള് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ നിന്ന് മാറിപ്പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, കർത്താവ് ഇന്ന് കുരുക്കുകളെ ഭേദിച്ച് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭവനത്തിൽ വലിയ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നല്ലോ, വലിയ ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നില്ലപ്പാ. വലിയ പ്രവൃത്തികൾ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നില്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവ്, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ പെരുകുന്നല്ലപ്പാ. ഞങ്ങൾ അനേകർക്ക് വിടുതലായിത്തീരും. ഇന്ന് കണ്ണുകൊണ്ടൊന്ന് കണ്ണടച്ച് കണ്ടേ തളർന്നു കിടക്കുന്ന വ്യക്തികളെ പ്രാർത്ഥിച്ച് ഞാൻ എണീപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ ക്യാൻസറിൻ്റെ മരണത്തിൽ മക്കി നിൽക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാക്കാൻ വേണ്ടി പോവാം. മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കുന്നത്, കാഴ്ചയില്ലാത്തവൻ്റെ കണ്ണുകൾ തുറക്കുന്നത് ഞാൻ കാണാൻ വേണ്ടി പോവാ. കേൾവിയില്ലാത്തവൻ്റെ കേൾവി ഞാൻ കേൾക്കാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പുന്നവേൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവിനെ കാണിക്കുക. പുന്നവേൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര്,
അങ്ങനെ ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് പുന്നവേൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരിൽ കർത്താവിനെ കാണിക്കുന്ന ആ കുടുംബത്തിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറകളെ ഒരു പരിധിക്കപ്പുറം കയറിപ്പോകാതെ ആ കുടുംബത്തിൽ എത്ര കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും എല്ലാം കെട്ടപ്പെട്ടൊരവസ്ഥയാണ്. പക്ഷെ പുന്നവേൽ എന്ന് പറയുന്ന കുടുംബത്തെ കർത്താവിനെ എടുത്തു കാണിച്ചിട്ട് പറയുകയാണ്, കുടുംബത്തിൻ്റെ മേൽ കർത്താവ് സകല വിധമാകുന്ന ദൈവത്തിൻ്റെ വഴികളെയും തുറക്കുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ പുതുവഴികൾ തുറന്നു വരുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, ഓരോ വ്യക്തികളെയും ഇന്ന് അനുഗ്രഹിക്കുന്നപ്പ, രോഗികളായി ഭാരപ്പെടുന്നവർ നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയം പറയണ്ട. നിങ്ങൾ ഈ സമയത്ത് ഒന്നും കമൻറ്റ് ചെയ്യേണ്ട. കൈയോടെ വെച്ച് പുതിയ കിഡ്നിയൊക്കെ ഉണ്ടായി വരും. അങ്ങനെ പറ, എന്താ നിങ്ങൾക്ക് മടി? പുതിയ കിഡ്നി ഉണ്ടാവനും, പുതിയ അവയവങ്ങൾ. ഞാനിവിടെ ഇരുന്നുകൊണ്ട് കോമഡി പറയുമല്ല. മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് നിങ്ങൾക്ക് പുതിയ കിഡ്നി തരാനോ പുതിയ അവയവം തരാനോ ഒരു പാടുമില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് 1 രൂപ കൊടുക്കാനും ഒരു മടിയില്ലല്ലോ. 10 കോടി രൂപ ചോദിച്ചാലേ നമ്മളൊന്ന് പരുമുന്നത്. 1 കോടി രൂപ 1 രൂപ ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കത്തില്ലേ? അതേപോലെ കർത്താവിന് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുതിയ കിഡ്നി ഉണ്ടാവട്ടെ. ദൈവത്തിന് ഒരു പാടുമില്ല. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് ഒരു പാടുമില്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പാടുമില്ല. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ സമയത്ത് ആരും മ്യൂട്ട് മാറ്റണ്ട. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരുടെ മേലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഇപ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഹീലിംഗ് പവർ നിങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് സഹായിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ ദൈവപ്രവൃത്തികളാൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരം. എനിക്കറിയത്തില്ല കർത്താവിൻ്റെ വീണ്ടും നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് എല്ലാവരും ആരും മൈക്ക് മ്യൂട്ട് മാറ്റണ്ട. എൻ്റെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് എനിക്കടുത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ വീണ്ടും എൻ്റെ ഉള്ളിൽ നിർബന്ധിക്കുകയാണ്. ആ ഗായത്രിയുടെ ഭവനത്തിൽ ഈ ദിവസങ്ങളിൽ ആ കുരുക്കിനെ കർത്താവ് എടുത്ത് മാറ്റുകയാണ്. വീണ്ടും കർത്താവ് നിർബന്ധിക്കുകയാണ്. നിങ്ങൾ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും അത് ഏറ്റെടുത്തോണം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മേലേക്ക് അത് നടക്കുകയാണ്. അതിൻ്റെ റിസൾട്ടുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ എന്നെ കർത്താവാണെങ്കിൽ ഒരു 80 ദിവസം ഒരു കണക്ക് കാണിക്കുകയാണ്. 80 ദിവസം ഒരു കൗണ്ട് ചെയ്യുന്ന, ഓരോ ദിവസവും കൗണ്ട് ചെയ്യുന്നൊരു കണക്ക് ഞാൻ കാണുകയാണ്. ആ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തി റിസൾട്ടുകളെ കർത്താവ് കാണിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടുന്നപ്പാ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ആരും മ്യൂട്ട് മാറ്റണ്ട. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്ത് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ, പ്രാർത്ഥനാ വിഷയം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എല്ലാ വിഷയങ്ങളും അത്ഭുതം നടന്നു കഴിഞ്ഞു. കർത്താവ് അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ റിസൾട്ടുകൾ കാത്തിരുന്നാൽ മതി. നമുക്ക് ഒരുമിച്ചെന്ന് സാക്ഷ്യം കേൾക്കാം. സമയപരിമിതി ഉള്ളതുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. സാക്ഷികളുടെ വേഗത്തിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ ടോംസ് പറഞ്ഞെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് കർത്താവിൻ്റെ കൃപയാൽ ഉള്ളവരാരെങ്കിലും ദൈവിക ആലോചന ഇടപെട്ടവരോ കർത്താവ് നിങ്ങൾക്ക് തന്ന വിടുതലുകളോ ചുരുക്കം വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഉള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഇന്ന് ഞാൻ എൻ്റെ മദറിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു. അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോഴും ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്നപ്പോൾ തന്നെ ഒരു മോള് വേദന കൊണ്ട് പൊളയുന്നത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അമ്മയോട് ചോദിച്ചു, എന്ത് പറ്റി കുഞ്ഞിനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു 10-17 വയസ്സ് കാണും, അവൾക്ക് വയറുവേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പോഴും ഹോസ്പിറ്റലിൽ അവിടെ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇവളുടെ വയറ്റിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്ത് വന്നപ്പം അമ്മയോട് ചോദിച്ചു, എന്തിയാ കുഞ്ഞെന്തിയെന്ന് ചോദിച്ചപ്പം ഞാൻ അടുത്ത് നോക്കിയപ്പോൾ കൂളായിട്ട് കിടക്കും. ഞാൻ ചോദിച്ചു, മക്കളെ വയറുവേദന എങ്ങനെയാണെന്ന് വെച്ച് പറയാൻ മാറി, ഒരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു.
ആമേൻ. എല്ലാം ഇത് ഓക്കെ വലിയൊരു ഈശോപ്പൻ. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടോ, സാധാരണഗതി പണ്ട് എന്ത് ചെയ്താണ്, നിങ്ങൾ ബ്രദറിൻ്റെ നമ്പറിൽ വിളിക്കുന്നു, ബ്രദറെ ഒരു കൊച്ചുണ്ട് കൈവേദനയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ സഹോദരി എന്ത് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയതാണ്. പക്ഷേ ഞാൻ എല്ലാവരും നിമിത്തം സിസ്റ്റർ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന. എന്നാലോചിക്കുക, വയറുവേദന കൊണ്ട് പൊളയുന്ന കൊച്ച്, അത്ര ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. ആ കൊച്ചു പറഞ്ഞു കേട്ടില്ലേ, കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം, എനിക്കൊരു ഒരു വേദനയില്ല എന്ന് ഹോസ്പിറ്റലിൽ വന്ന കൊച്ചാ പറഞ്ഞത്. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, പ്രാർത്ഥനയ്ക്ക് ശേഷം മാറിയെന്ന് പറഞ്ഞു. സിസ്റ്റർ ഇനിയും എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ അനേകർക്ക് വേണ്ടി ഒരു മടിയും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കണം. സൗഖ്യമാകും കർത്താവായിരിക്കണം. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു മാറ്റം കാണാൻ അടുത്തയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അയാൾക്ക് വേണ്ടി പിന്നെയും വന്ന് പ്രാർത്ഥിക്കണം. അടുത്ത ആളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഇനിയും അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് സൗഖ്യങ്ങളാൽ നിറയ്ക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞോ. ഹലോ. ബ്രദറെ, നമ്മളെ ഇന്നലെ മോനെ ബ്രദറെ, ആരാ? മോനെ ഹലോ സ്കൂള് ബ്രദർ. വിട്ട് വന്ന് തലകറക്കമെന്ന് പറഞ്ഞായിരുന്നു ബ്രദറെ. ഉം. ബ്രദറെ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞോ. രാത്രി നമ്മളെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ മോൻ്റെ അടുത്ത് കിടക്കാൻ കയറിയപ്പോൾ മോന് തലകറക്കമെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ്. ഉടനെ നോക്കിയപ്പോൾ നല്ല പനിയായിരുന്നു ബ്രദറെ. പനിക്കുള്ള സിറപ്പും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ആകെ വിഷമിച്ച് പെട്ടെന്ന് മോൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് വരെ 1 മണിക്കൂറോളം ഞാൻ മോൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു ബ്രദറെ. അത്ഭുതം പോലെ പെട്ടെന്ന് മോൻ്റെ ശരീരത്ത് നല്ലൊരു വിയർപ്പ് വന്ന് മോൻ്റെ തലകറക്കവും മാറി. മോൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങി ബ്രദറെ. ഒരു മരുന്ന് പോലും കൊടുക്കാതെ. ആമേൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യവും അല്ലായിരുന്നു ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും പറയാം സിസ്റ്റർ പറഞ്ഞോളെ തന്നെ. നമ്മൾ അനേകരുടെ ആലോചിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സൗഖ്യങ്ങളെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അപ്പം ഞാൻ വെച്ചിട്ട് ആ സഹോദരി ആ കൊച്ചിനെ വയ്യാന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു തന്നെ, പനി കൂടും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടപ്പാവും, മരുന്ന് മേടിക്കണം, ചിലവ്. പക്ഷെ കൈവച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് രാത്രി സമയമാണ്, ആ കയ്യിലുണ്ടായിരുന്ന അധികാരത്തെ ഉപയോഗിച്ചു, വചനത്തെ ഉപയോഗിച്ച് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ ആലോചിച്ചു, നിങ്ങൾ പുറത്തോട്ടിറങ്ങിയാൽ എന്നാ സംഭവിക്കാൻ പോകുന്നത്. ആ സഹോദരി ഹോസ്പിറ്റലിൽ പോയി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? രോഗികൾ സൗഖ്യമാവും. നിങ്ങളിലൂടെ ഇതേപോലെ ദൈവപ്രവൃത്തി നടക്കാൻ വേണ്ടി പോവുക. ആമേൻ. അതാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബൈബിളിൽ നിന്ന് തെളിവുകളെ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞു. സൺഡേ പോലെ നമ്മള് പ്രയർ യൂട്യൂബിലാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പൂനെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പൂനെന്ന് വിളിച്ചു കഴിഞ്ഞ ശേഷം എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് എനിക്ക് മാക്സി എടുക്കാൻ കടയിൽ പോയി. നീ ഒന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോഴൊന്നുമില്ല, ചിരിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് പറഞ്ഞ് ചേച്ചിയുടെ ഭർത്താവ് ഹോസ്പിറ്റലിലാണ്, അന്മാറയിലെ അവൈറ്റീസിലാണ് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം ചോദിച്ചപ്പോൾ വെന്റിലേറ്ററിലാണ്, ഒന്ന് പ്രാർത്ഥിക്കും, പേരെന്താണ് ചോദിച്ചു, പേരും വയസ്സും പറഞ്ഞു. ആ സന്ധ്യ നേരമാകുമ്പോൾ പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുവുള്ള സൗഖ്യം വന്നിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രിയായിരുന്നു ബ്രദറിന്റെ യൂട്യൂബിൽ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ദൈവം അവിടെ പ്രവർത്തിച്ചു. ഡോക്ടർക്ക് കൈവിട്ടുപോയി. ആ കൈവിട്ടുപോയി ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ഡോക്ടർ വന്ന് അതിശയപ്പെട്ടു പോയി. എന്താ അത് സംസാരിച്ചു, കണ്ണു മുഴിക്കാണ്ട് അവശനായി കിടന്ന ആള് കണ്ണുമുഴിച്ചു, സംസാരിച്ചു. ഡോക്ടർക്ക് അതിശയപ്പെട്ടു പോയി. എന്നിട്ട് പിറ്റേ ദിവസം ICUലേക്ക് മാറ്റി, ഇന്ന് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഗുഡ് ബൈ എന്ന് പറഞ്ഞു ഡോക്ടറെ. വലിയൊരു അനുഗ്രഹമാണ് ഇവർക്ക്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം കൈവിട്ടു പോയെന്ന് പറഞ്ഞതാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ ഏത് പ്രശ്നങ്ങളും വഴിമാറും എന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വിഷമത്തിൻ്റെ മേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മകൻ്റെ വ്യത്യാസം കണ്ടു. കൈവിട്ടു പോയെന്ന് ഡോക്ടർ പോലും പറഞ്ഞ വിഷയത്തിൻ്റെ മേൽ വലിയ റിസൾട്ടിനെ കാണാൻ പറ്റി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും കർത്താവ് പ്രവർത്തിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ്. പറഞ്ഞു. ഞാൻ 5-6 മാസമായിട്ട് ഫസ്റ്റ് ഇതിൽ കയറുന്നതാണ്. ഞാൻ കോട്ടയത്ത് വന്ന് പാസ്റ്ററിനെ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. പാസ്റ്ററിനെ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. കേൾക്കുന്നുണ്ടോ പാസ്റ്ററെ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു. അപ്പൊ കൈവച്ച് പ്രാർത്ഥന ആലപ്പുഴ നിന്നാണ് വന്നത്. കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ ഇന്നുകൊണ്ട് എൻ്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് പൂർത്തിയായി. ഇനി ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല, എൻ്റെ ശരീരത്തിൽ രോഗമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഇനി ഫോളോ അപ്പ് മാത്രം മതി, രോഗം പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് പറഞ്ഞു.
ഞാൻ കയറുന്ന അന്ന് മുതൽ യേശുവിന്റെ തിരുമുറനാൽ സൗഖ്യം എന്റെ ഉച്ചമുതലുള്ളം കാലം വരെ എന്റെ രോഗത്തിന് പൂർണ്ണ സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്നും പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിക്കും. പാസ്റ്റർ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ കൂടെ പ്രാർത്ഥിക്കും. ഇന്ന് എനിക്ക് രോഗമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇനി ഒരു സ്കാൻ പോലും ഇനി ചെയ്യേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല ഇനി. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യമാണ്. ഡോക്ടർ തന്നെ സർട്ടിഫൈ ചെയ്തു ഇനി ഒരു തരി പോലും ശരീരത്തിൽ രോഗമില്ല, ക്യാൻസർ ഇല്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. പ്രിയ സഹോദരി പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നാണ്, കോട്ടയത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അത്രയും ദൂരെ യാത്ര ചെയ്ത് അത്രയും രോഗമായിട്ട് ക്യാൻസറുമായിട്ടാണ് ആ സഹോദരി അവിടെ വന്നത്. പക്ഷേ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ മെഡിക്കൽ കണ്ടീഷൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ആ ടെസ്റ്റുകൾ കൺഫേം ചെയ്ത ശേഷം ഡോക്ടർ പറഞ്ഞ ക്യാൻസറിൻ്റെ ഒരു തരി പോലും സെല്ലുകളില്ല, ഒരു സ്കാനിങ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഡോക്ടർമാർ പൊതുവെ എന്ത് ചെയ്യും, അവർ പറയും ഫോളോ അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലല്ലോ. പക്ഷെ അവർ സർട്ടിഫൈ ചെയ്തു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് പൂർണ്ണ സൗഖ്യത്തെ തന്നിരിക്കുന്നു. കർത്താവ് ആ ക്യാൻസർ എടുത്ത് മാറ്റിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞോ. ബ്രദറെ, ആ നാളെ പറഞ്ഞോ. എന്റെ മോന്റെ പിറന്നാളാണ്. ഒന്ന് പ്രാർത്ഥിക്കണേ. അവനാണെങ്കിൽ എന്നെ വിളിക്കാറുമില്ല ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണേ. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മകൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ഈ കർത്താവ് മുന്നോട്ട് ഞാൻ എൻ്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്നുള്ള വചനത്താൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരുത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും പറഞ്ഞോ. ഇന്നലെ കുഞ്ഞുങ്ങൾ യാത്ര പോകുമായിരുന്നു. യാത്ര പോകുന്ന ഉടനെ കാറിന് അവരങ്ങോട്ട് പോകുന്നു. അപ്പം നേരെ ഒരു ബസ് വന്നു. ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ അനുഗ്രഹം ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കുന്നു. വലിയൊരു അപകടം ഉണ്ടാകേണ്ട സ്ഥാനത്ത് ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്തു. ആമേൻ. നന്ദി കർത്താവ്. അങ്ങ് അനർത്ഥം വിട്ടൊഴിച്ചതിന് നന്ദി പറയുന്നു, അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു, സൂക്ഷിച്ചതിന് നന്ദി പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റേ എന്തോ ഹലോ ബ്രദറെ, പറഞ്ഞോ പറഞ്ഞോ ഹലോ, പറഞ്ഞോ. എന്റെ മോൾക്ക് ഇന്നലെ വൈകുന്നേരം കാലിന്റെ ഉപ്പൂറ്റിയുടെ പുറകിൽ വേദന, ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. കരഞ്ഞു കഴിഞ്ഞ് ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. കുഞ്ഞിന് പൂർണ്ണമായിട്ടും രാവിലെ വേദന ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് മുമ്പ് ചെറുതായിട്ടൊരു വേദന പോലെ പറഞ്ഞു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആമേൻ. അതാ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു, സൗഖ്യം വന്നു, പിന്നെയും വന്നെങ്കിൽ പിന്നെയും പ്രാർത്ഥിക്കുക. നമ്മുടെയിലാണ് മരുന്നിരിക്കുന്നത്, നമ്മുടെ കയ്യിലാണ് സൗഖ്യം ഇരിക്കുന്നത്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നല്ലോ. ഒന്ന് പ്രാർത്ഥിച്ചു സൗഖ്യം, പിന്നെ ആ വേദന പറഞ്ഞു, പിന്നെയും പ്രാർത്ഥിച്ചു, അതിൻ്റെ മേൽ സൗഖ്യം കിട്ടി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുക. അനേകർ നമ്മൾ വീടിൻ്റെ പുറത്ത്, നമ്മളിപ്പം നമ്മൾക്ക് വേണ്ടി ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ എല്ലാവരും അല്ലേ, നിങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങണം, അനേകരെ വിസിറ്റ് ചെയ്യണം. കർത്താവിൻ്റെ ഇഷ്ടം അതാണ്. ദൈവം സന്തോഷിക്കുന്നതിലാണ്. സ്വർഗത്തിലെ കർത്താവ് യേശുവിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറയുന്നത് തെറ്റാണ്. ദൈവത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്തുതിയാണ് ശുശ്രൂഷ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, പറഞ്ഞു. വെള്ളിയാഴ്ച പറഞ്ഞ പ്രബോധനമാണ്. വെള്ളിയാഴ്ച അത് 1953 ജനിച്ച വ്യക്തി, അത് കർത്താവിന്റെ അത്ഭുത സൗഖ്യം ശരീരത്തിന്മേൽ വെക്കുന്നു. കാലിന്റെ മുട്ടിനാണ് പ്രയാസമുള്ളത്. അപ്പോഴാ ഞാനാണെങ്കിൽ 4 വർഷമായി ഇത് സ്ട്രോക്ക് വന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ പരിപൂർണമായിട്ട് നടക്കാനും ഒന്നും വയ്യാത്ത വ്യക്തിയാണ്. അപ്പം കർത്താവിന്റെ അത്ഭുത സൗഖ്യം എന്റെ ശരീരത്തിന്മേൽ വീശുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതിന്റെ അടയാളമായിട്ട് പറഞ്ഞ ഞാൻ കിടക്കുന്നതിന് കട്ടിലിന്റെ മുകളിലായിട്ടൊരു സഞ്ചി തൂക്കിയിട്ടിട്ടുണ്ട്. അത് ബൾജ് ചെയ്തിരിക്കുന്നതാണ് ഒരടയാളം പറഞ്ഞത്. അതും ഈ കട്ടിലിന്റെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ആമേൻ. ഇത് വലിയൊരു സൈൻ തന്നെ സിസ്റ്ററെ. കർത്താവിൻ്റെ കൃപയിൽ ചാടി എണീറ്റാണ്. ഇപ്പം മുതൽ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം തന്നതിന് നന്ദി പറഞ്ഞ് നടന്നത് വലിയ സൈൻ. സിസ്റ്റർ പറഞ്ഞ തന്നെ വെള്ളിയാഴ്ച നടന്ന മീറ്റിങ്ങിൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് ദൈവം വെളിപ്പെടുത്തി. കാലിലെ മുട്ടിലേക്ക് സൗഖ്യം നടക്കുന്നതായിട്ട് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കിടക്കുന്ന കിടക്കയിൽ അതിൻ്റെ ഒരു അടയാളം കർത്താവ് പറഞ്ഞാൽ സൗഖ്യം നടക്കുന്ന വ്യക്തികളുടെ മേലേക്ക് ഒരു തുണി, ഒരു സഞ്ചി ബൾജി നടക്കുന്നത് വെള്ളിയാഴ്ച കേട്ടവർക്ക് അറിയാൻ പറ്റും.
ആൻറ്റി പറഞ്ഞ ആൻറ്റിയുടെ വീടാണ്, ആൻറ്റിയുടെ ശരീരമാണ്, ആൻറ്റിയാണ് ജനിച്ചിരിക്കുന്നത്. ആൻറ്റി ധൈര്യമായിട്ടിരുന്നു. സൗഖ്യത്തിനായിട്ട് ഇനിയൊരു പ്രാർത്ഥനയില്ല. കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഇനി കിടക്കാൻ പറ്റത്തില്ല. പയ്യെ നടന്ന് എണീറ്റ് യേശുവിൻ്റെ നാമത്തിൽ ആ കൈ എടുത്ത് വെച്ചിട്ട് പറഞ്ഞ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ മുട്ടിൻ്റെ മേൽ, എൻ്റെ കൈയുടെ മേൽ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ നടക്കും, ഞാൻ ഓടും, ഞാൻ യേശുവിൻ്റെ സാക്ഷ്യം പറയുന്നു പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും അങ്ങ് നടന്നേ. ഇനി ഇരിക്കാൻ പറ്റത്തില്ല, ചാടി എണീറ്റോണം, നടന്നേ പറ്റത്തുള്ളൂ, കിടക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ തിരുമുറിവ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ആലോചന നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ പരം വേറെ കൺഫർമേഷൻ ഇല്ല. കർത്താവ് ഒരു സൗഖ്യമാക്കിയിരിക്കുന്നു. ചാടി എണീറ്റാട്ടെ, നടന്നാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാന് ഒരു 2 മാസമായിട്ട് ഒത്തിരി ഭാരപ്പെട്ടിരിക്കുക ബ്രദറെ. നാട്ടിൽ പോകാനെ കൊണ്ടിരിക്കുവാണ് ഞാൻ. പിന്നെ 2 വർഷം കഴിഞ്ഞു. അപ്പം നാട്ടിൽ പോകുമ്പോൾ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് നല്ല ഇതിലാണ്, പ്രയാസത്തിലായിരുന്നു ബ്രദറെ. അപ്പൊ ഞാനിവിടെ നിൽക്കുന്ന ജോലി ചെയ്യുന്നിടത്ത് ഞാൻ 2 മാസം സാലറി എക്സ്ട്രാ ചോദിച്ചു. അപ്പൊ ചോദിപ്പിച്ചപ്പോഴെല്ലാം അവര് തരാനൊക്കത്തില്ല എന്നാ പറയുന്നത്. അങ്ങനെ എക്സ്ട്രാ തരാനൊക്കത്തില്ല എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ബ്രദറെ. പ്രാർത്ഥിച്ചിട്ട് ഈ മാസം ശമ്പളം വന്നപ്പോഴും എനിക്ക് എക്സ്ട്രാ ശമ്പളം വന്നിട്ടില്ല. അപ്പൊ ഞാനത് നാട്ടിലോട്ട് അയച്ചിട്ട് ഇച്ചിരി തുച്ഛമായ പൈസ കയ്യിലെടുത്തു. അപ്പം ടിക്കറ്റ് എടുത്തു ഇന്നലെ പോകാനെ കൊണ്ട് അടുത്ത മാസം. അപ്പൊ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ബ്രദറെ. ഇന്ന് ഞാൻ ഒരുപാട് രാവിലെ തൊട്ട്, അപ്പൊ എന്റെ ബോസിനെ ഇന്ന് രാവിലെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പുള്ളിയെ അങ്ങനെ കാണാനൊക്കത്തില്ല. അപ്പൊ ഞാൻ ഇന്ന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടപ്പോ ഇവിടുത്തെ 10 മണിയായപ്പോൾ പുള്ളി വന്നു. അപ്പൊ ഞാൻ പുള്ളിയെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു ബ്രദറെ. യേശോപ്പൻ എന്നെ അസാധ്യമായതൊന്നുമില്ല, എല്ലാം സാധ്യമാണ്. അപ്പൻ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മധ്യയക്കുന്നു. ഞാൻ വായ്പ വാങ്ങത്തില്ല, അനേകർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദറെ. സിംഹത്തിന്റെ വായടുപ്പിച്ചത്, ബോസിന്റെ വായടുപ്പിക്കണം, ഒന്നും പറയാൻ ഇടയാക്കല്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു ബ്രദറെ. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പുള്ളി വന്നു. ഞാൻ സംസാരിച്ചു ബ്രദറെ. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ബ്രദറെ, പുള്ളി എനിക്ക് അന്നേരം തന്നെ സാലറി 1 മാസം എനിക്ക് തരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കിട്ടണമെന്ന്. പക്ഷെ പുള്ളിയോട് പറഞ്ഞു, പുള്ളി ഇതുവരെയും എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല ബ്രദറെ. പക്ഷെ നല്ല സൗമ്യമായിട്ട് എന്നോട് സംസാരിച്ചു. പുള്ളി ആ പൈസ എനിക്ക് 1 മാസം സാലറിയും തന്നു ബ്രദറെ. എനിക്ക് പോകാനെ കൊണ്ട് കർത്താവ് അത്ഭുതം ചെയ്തു ബ്രദറെ. ഇതൊരു അത്ഭുത സാക്ഷ്യമായിട്ട് പറയുന്നു ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും സ്വഭാവം അങ്ങനെ മാറ്റാത്ത വ്യക്തി, നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പറയുന്ന കാര്യങ്ങൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തെ പോലും തിരിക്കുവാൻ ശക്തിയുണ്ട്. കർത്താവ് ആ പ്രിയമൾക്ക് വേണ്ടി ഇടപെട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സ്ട്രേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഹലോ പറഞ്ഞു. 2 ദിവസം എനിക്ക് ചെവിക്ക് വേദനയായിരുന്നു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി. ആമേൻ. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. ഞാൻ പറഞ്ഞതിൽ കൈവെക്കുക. രോഗത്തിൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞോ. ഹലോ പറഞ്ഞോ. ഹലോ പറഞ്ഞോ. പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. ഈ കഴിഞ്ഞ 8-ാം തീയതി പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. ഹലോ പറഞ്ഞോ. ഞാൻ ഇന്ന് മോൾക്ക് 3-4 പ്രാവശ്യം ഛർദിച്ച്, എന്നിട്ട് ഒരു കുറവില്ലാണ്ടിരുന്നു. അപ്പൊ ഞാൻ വേഗത്തിൽ വെള്ളം എടുത്ത് കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിന്റെ ഛർദി മാറി. അങ്ങനെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി. ആ ബുദ്ധിമുട്ടിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിച്ചതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞോ. ഹലോ ബ്രദറെ, പറഞ്ഞോ. കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. ബ്രദറെ, എനിക്ക് ഈ കുറച്ച് ദിവസം, ഒരു 2 മാസത്തോളമായിട്ട് എൻ്റെ ഒരു ചെവിക്ക് അടച്ചിരിക്കുമായിരുന്നു. ഞാൻ 2 ഡോക്ടേഴ്സ്, ENT ഡോക്ടേഴ്സിനെ കണ്ടു. എന്നിട്ട് വന്നാൽ അത് മാറുന്നില്ല. ഞാൻ കുറെ മെഡിസിനും കഴിച്ചിട്ട് മാറുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്നിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചിപ്പം 3-4 ദിവസമായിട്ട് ആ ചെവി അടച്ചത് തന്നെ മാറി. എന്നോട് കുളിക്കരുത്, തല കഴുകരുത്, അങ്ങനെയൊക്കെ ആഴ്ചയിൽ 1 തല ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഡോക്ടേഴ്സൊക്കെ. അത് തന്നെ മാറി. ഞാൻ പ്രാർത്ഥിച്ചു, ഇങ്ങനെ യേശുവിൻ്റെ അടിപ്പണികളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
കുറച്ച് 3-4 ദിവസമായിട്ട് എൻ്റെ ആ ചെവിയടപ്പ് മാറി, സൈനസ് ആമേൻ. വന്ന് പഴുത്തിരുന്നൊക്കെ മാറി. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 2 മാസം അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി മരുന്ന് കഴിച്ച് ഒത്തിരി നോക്കി ഡോക്ടർമാരെ കാണിച്ച് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വചനം പറഞ്ഞ് സൗഖ്യത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചു, അവിടെ സൗഖ്യം നടന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി, കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ട്? ജോർജ് ബദർ പറയാൻ വേണ്ടിയാണോ? പറഞ്ഞു പറഞ്ഞു. സംശയം പറയാനല്ല, എനിക്കൊരു സംശയം ചോദിക്കാനാ, സാക്ഷ്യം പറയാനല്ല. പെട്ടെന്ന് ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചു, പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സംശയം ഇതാണ്, ഞാനൊരു കത്തോലിക്കനാ, ക്രിസ്ത്യാനി. അതായത് പറഞ്ഞു. പിന്നെ ഞാനിപ്പോ ഈ ഗ്രൂപ്പിലോട്ട് വന്നിട്ട് 2 മാസം ആകുന്നേ ഉള്ളൂ. ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് യാചിക്കുക, പാപങ്ങളെ പറഞ്ഞ് യാചിക്കുക, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുക, ഇങ്ങനെ യാചിക്കണമെന്നും നമ്മളിപ്പൊ കേൾക്കുന്ന പ്രാർത്ഥനയിൽ, അതായത് ഈ ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നത് നമ്മുടെ അവകാശം നമുക്ക് ദൈവം കർത്താവ് തരുമെന്നാ. അപ്പൊ ഇത് തമ്മിൽ എന്റെ ഉള്ളിൽ സംശയങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അതൊന്ന് ദൂരീകരിക്കാനൊന്ന് പ്രാർത്ഥിക്കണം, അതാ മെയിൻ വിഷയം. തീർച്ചയായിട്ടും ബ്രദറെ, നമ്മൾ ഈ 2 ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്ന ഈ വചനങ്ങളിൽ മുഴുവനും നമുക്ക് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, നമുക്ക് എന്താണ് നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള മാറ്റം നമുക്കത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥങ്ങളിലേക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഇത് ഈ 2 ദിവസത്തെ വചന ക്ലാസ്സുകൾ കഴിയുമ്പം ഇത് മൊത്തം ക്ലിയർ ആകും. അപ്പോൾ ഈ 2 ദിവസത്തെ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അത് നമുക്ക് എന്താണ് നമ്മുടെ അവകാശങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്, നമുക്ക് എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമുക്ക് റൈറ്റുകൾ ഉള്ളതെന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, അത് മിസ്സാക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു മിസ്റ്ററെ. ഞാൻ പാലക്കാട് നിന്ന് സാവിത്രിയാണ്. ഈ 8-ാം തീയതി സൂമിൽ ലാസ്റ്റ് പ്രാർത്ഥന ദിവസം എന്റെ കാര്യം വെളിപ്പെടുത്തിയായിരുന്നു. അതായത് സാവിത്രി എന്നുള്ള ഒരാളിനെ കാണിക്കുന്നുണ്ട്, വലിയ ബാണ്ട കെട്ടുപോലെ മനോവിഷമം കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എല്ലാം തകർച്ചയിലുള്ള ഒരാളാണെന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു. അത് ഒരു വെളിപ്പെടുത്തലായിരുന്നു. അതായത് കേറി വരുന്ന സമയത്ത് കലണ്ടർ, സ്വിച്ച് ബോർഡിന്റെ അടുത്തായിട്ട് ഒരു ആണിയിൽ പഴയ കലണ്ടർ തൂക്കിയ ഒരു വീടാണെന്ന്. അത് എന്റെ വീടായിരുന്നു. അത് 2021 വേറൊരാൾക്കാർ താമസിച്ച അവരുടെ കലണ്ടറാണ് ആ കിടക്കുന്നത്. അത് നന്മ എന്നുള്ളൊരു പാലിന്റെ കലണ്ടർ ആയിരുന്നു. ആ കലണ്ടറുള്ള വീടാണ്, എന്റെ വീടായിരുന്നു അന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഈ ബിസിനസ് കടയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിനോട്, ഈ കടയിൽ എനിക്കിപ്പോ 1 ലക്ഷം രൂപയോളം അങ്ങോട്ട് ഇറക്കിയിട്ട് എനിക്കൊന്നും 10 പൈസ പോലും തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, അതായത് എൻ്റെ അടുത്തൊരു ശത്രു എനിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളും എനിക്ക് വല്ലാതെ ആത്മഭാരം കൊണ്ടിരിക്കുക. ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനസ്സങ്ങോട്ട് മടുത്തുപോയി. ഞാൻ ഇതിന്ന് പുറകോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നാണ്. എന്നിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ഒന്നുപോലെ 2 കട തുടങ്ങുന്നത് പറഞ്ഞിരുന്നു. അത് 2 കടയും തുടങ്ങി. പക്ഷെ എനിക്കിപ്പോ കടയ്ക്ക് പോകണമെന്നോ കട നടത്തണോ ഒന്നുമില്ല ബ്രദറെ. എനിക്ക് അങ്ങനെ ഒരു ആത്മഭാരം കൊണ്ട്. സിസ്റ്റർ, ഈ ദിവസങ്ങളിൽ കർത്താവ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇത്രത്തോളം ഡീപ്പായിട്ട് കർത്താവ് ഇടപെട്ട ഒരു പ്രവചന ആലോചനയാണ് സിസ്റ്റർ പറഞ്ഞത്. ആ വീടിനെ സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്തുക മാത്രമല്ല, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വീടിൻ്റെ അകത്തൊരു പഴയ കലണ്ടർ കിടപ്പുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. കർത്താവ് ഇടപെട്ട പ്രബല ആലോചന, അത് അവരുടെ വീടിൻ്റെ അകത്തെ കാര്യമാണ്, ആർക്കും വ്യക്തിപരമായിട്ട് അറിയാത്ത കാര്യമാണ്. പക്ഷെ അവരിപ്പോൾ പോലും നഷ്ടത്തിലാണ്. അതിൻ്റെ അർത്ഥം കർത്താവ് അത് വെളിപ്പെടുത്തിയത്, ആര് നമുക്കെതിരെ ഇനി കൂടോത്രം ചെയ്താലും, ആര് നമുക്കെതിരെ വന്നാലും ഈ ദിവസങ്ങളിൽ പറഞ്ഞ ഞാൻ യേശുവിനെ, എൻ്റെ അധ്വാനം ഞാൻ തന്നെ അവിടെയാണ് നമ്മൾ വചനത്താൽ കയറി വരുന്നത്. സിസ്റ്റർ ഈ ദിവസങ്ങളിൽ പറഞ്ഞ എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കുക, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്ന് സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. യഹോവ എൻ്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു പറയണം ആവർത്തിൻ്റെ 28 ഈ വചനങ്ങൾ പറഞ്ഞിട്ട് ഒരാളെ നോക്കണ്ട, എതിർപ്പുകൾ നോക്കണ്ട. ഈ വചനം, ആ പ്രവചനത്തിൻ്റെ മേലേക്ക് നമ്മൾ വിതയ്ക്കുമ്പോൾ ആ സാമ്പത്തിക കുരുക്കുകൾ, ബിസിനസ്സിൻ്റെ മേലൊക്കെയും വർധനവുണ്ടാകും. എത്ര തകർച്ചയിലാണെങ്കിലും ആ ബിസിനസ് വർദ്ധിക്കും, അത് കയറി വരും. കാര്യം നമ്മൾ ഇടുന്ന ആ വാക്ക്, വചനം, അതിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ട് പ്രതിസന്ധികൾ മാറിപ്പോകാൻ ഇടയാത്തീരും. അപ്പോൾ പ്രവചനം കേട്ടതുകൊണ്ടല്ല, ആ വചനം കൂടെ ഉപയോഗിക്കുമ്പോൾ ആ പ്രശ്നം മാറിപ്പോവും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, കേൾക്കാമോ?
കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ഉം. ഒരു വ്യക്തി, അദ്ദേഹത്തിന് ശരീരം ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ശരീരം മുഴുവനും വചനം എഴുതി ഒട്ടിച്ചു വെച്ചേക്കും. അതിന് സൂചി കുത്താൻ സ്ഥലമില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചത് എന്താ, അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായവനെ യേശു ആണല്ലോ വചനം. അപ്പം അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതിന്റെ ഉദ്ദേശം എന്തോന്നും എനിക്കറിയില്ല. അപ്പൊ അതിൽ മുതലേ ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവെ അതെന്തുകൊണ്ടാ ഇങ്ങനെ കണ്ടത്? അപ്പം പാസ്റ്റർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പാസ്റ്ററുടെ വചനം കേട്ടതിന് ശേഷമാണ് ഒരു ദിവസം ഞാനിത് കണ്ടത്. ശരീരം ഫുള്ള് എന്ന് പറഞ്ഞാൽ തുണി പേപ്പറിൽ എഴുതി ഒട്ടിച്ച പോലെ ശരീരം മുഴുവനും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബൈബിളിലൊരു വാക്യമുണ്ട്, ദൈവം നമ്മളോട് സ്വപ്നത്തിൽ, നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിന്റെ പുത്രന്മാർ പ്രവചിക്കും. അപ്പോൾ സ്വപ്നത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ, സിസ്റ്റർ പറഞ്ഞില്ല, ഇപ്പം ഇങ്ങനെ ഒരു ദർശന സിസ്റ്റർ കണ്ടു, സ്വപ്നം സിസ്റ്റർ കണ്ടു. അപ്പോൾ ഇത് കണ്ടത് സ്വപ്നത്തിലൂടെ കണ്ടതുകൊണ്ട് നമ്മൾ എന്തിനെന്ന് വെച്ചാൽ, കർത്താവെ, അപ്പോൾ ആ സ്വപ്നത്തിലൂടെ സിസ്റ്ററോട് ദൈവം സംസാരിക്കുന്ന ഒരു ഡോറ് സിസ്റ്റർ മേൽ തുറന്നു. അങ്ങനെ ഒരു കൃപ, അങ്ങനെ ഒരു സ്പിരിറ്റിൽ സിസ്റ്റർക്ക് അങ്ങനെ ഒരു കഴിവ്, എബിലിറ്റി കർത്താവ് ഇപ്പോൾ തുറന്നിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി റിട്ടാസ് ഇട്ടിട്ടുണ്ട് 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പം സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും. നമുക്കറിയാം, ദൈവം നമുക്ക് യാക്കോബിലൂടെ ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കും. അപ്പം ഒരു പ്രത്യേക ഒരു പോർട്ടൽ നമുക്ക് തുറന്നു തന്നു, സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്ന ഒരു വാതിൽ. അപ്പോൾ സിസ്റ്റർ എന്തിനാണെന്നറിയാമോ, കിടക്കുന്നതിന് മുമ്പ് കർത്താവെ, അങ്ങ് എന്താണോ എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചത്, എനിക്കത് മനസ്സിലാകുന്നത് പോലെ എനിക്ക് അതേ സ്വപ്നത്തിലൂടെ തന്നെ വ്യാഖ്യാനിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കണം. അപ്പോൾ സിസ്റ്ററിലൂടെ ദൈവം ഇനി സംസാരിക്കാൻ പോകുന്നത് സ്വപ്നത്തിൽ. അതൊരു വരവാണ്, ഒരു കൃപാവരവാണ്. അത് തുറന്നിട്ടുണ്ട് സിസ്റ്ററുടെ മേൽ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ വരത്തിലൂടെ ദൈവം സംസാരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥി, കർത്താവെ, അങ്ങ് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കത് ഗ്രഹിക്കുവാൻ കഴിയുന്ന രീതിയിൽ, എനിക്കത് മനസ്സിലാകുന്ന രീതിയിൽ, എനിക്കതിനെ വ്യാഖ്യാനത്തോടു കൂടെ ആ സ്വപ്നത്തെ ക്ലിയറാക്കി തരണമെന്ന് പ്രാർത്ഥിക്കണം. കാര്യം ആ ദർശനം സിസ്റ്റർക്ക് തുറന്നതാണ്. അതിലൂടെ ദൈവം എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, സിസ്റ്റർ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് വീണ്ടും കർത്താവ് കാണിക്കും. ഇതേ സ്വപ്ന വരത്തിലൂടെ ദൈവം അത് തുറക്കും. കേട്ടോ, പ്രാർത്ഥിച്ചോണം, കർത്താവ് അത് ക്ലിയർ ചെയ്യും. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പെട്ടെന്ന് പറഞ്ഞേ. ഹലോ, പറഞ്ഞു. ഞാൻ ഒരിടത്ത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പില് പിന്നെ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് എന്നോട് ദൈവം ആ ഗ്രൂപ്പിനോട് പറയാൻ പറഞ്ഞു, നിങ്ങളുടെ ആ 10 പേരെ ഉള്ളായിരുന്നു, നിങ്ങളുടെ പേരെല്ലാം ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ സമർപ്പിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പം എനിക്ക് ബ്രദറിനെ പോലെ ആരെയും അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എന്നെ ഇങ്ങനെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പം ഞാനിങ്ങനെ ആദ്യം ഒന്ന് പറയാൻ അങ്ങ് മടിച്ചു. രണ്ടാമത് എനിക്ക് ഭയങ്കര പ്രഷറൈസ് വന്നു. ഞാൻ രണ്ടാമത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ബ്രദറെ, 1 സെക്കൻഡിനുള്ളിൽ ഒരു ശക്തി വന്നെന്നെ, അതെ, അപ്പൊ എൻ്റെ ശരീരഭാരം ഒരു ബോള് മാതിരി എടുത്തങ്ങ് പൊക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വില്ലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ റൂഫിലും അല്ല താഴെയുമല്ല, ഞാൻ തന്നെയുള്ള ഒരു 10-10:30 സമയമാണ് യുവൈറ്റ്. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. ഇപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞൊരു 10-15 മിനിറ്റ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ താഴെ ഇറക്കുക. അന്നേരം എനിക്ക് മനസ്സിലായി, ഈ കണ്ണ് ഇമ വെട്ടുന്നതിനിടയ്ക്കാണല്ലോ കർത്താവ് 2ാമത്തെ വരൽ എടുക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുമ്പോൾ എനിക്കൊന്ന് കാണിച്ചു തന്നു. അത് ഞാൻ ബ്രദറിനോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെയൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കും. കർത്താവിൻ്റെ കൃപാവരങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ കൂടുതൽ സിസ്റ്റർ പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് ഇതിൽ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് തീർച്ചയായിട്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. കർത്താവ് പിന്നെയും ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഞായറാഴ്ച നൈറ്റ് യൂട്യൂബിൽ കേട്ട ഒരു സാക്ഷിയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന് പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണ് പാസ്റ്ററിലൂടെ. പിന്നെ രമ്യ എന്ന് പറഞ്ഞ എൻ്റെ മോളുടെ വിഷയത്തിന് മുകളിൽ 2 പ്രാവശ്യം പേര് വിളിച്ച് അവളുടെ ഭാവി, അടഞ്ഞിരിക്കുന്ന ഭാവിയുടെ മുകളിലും അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ മുകളിലും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നടക്കുന്നതായിട്ട് സാക്ഷ്യം പറഞ്ഞു. ഞങ്ങളത് ഏറ്റെടുത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും
കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും സിസ്റ്ററെ. ആലോചന ഏറ്റെടുക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു സിസ്റ്ററെ. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതണക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും അതിൻ്റെ അങ്ങേ ഞായറാഴ്ചയും പോയി പ്രാർത്ഥിച്ചായിരുന്നു. കൈവച്ച് പ്രാർത്ഥിക്കുകയും വെള്ളമൊക്കെ കൊടുക്കുകയും. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മോളുടെ തലയിൽ കൂടെ ഇങ്ങനെ ഭയങ്കര ബ്ലഡ് ഒരുമാതിരി ആവുന്ന കണക്ക് തോന്നുന്നെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. സുവിശേഷമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ പ്രാർത്ഥിക്കണേ എന്നും പറയും. അങ്ങനെ ഒരു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ പിന്നെ വീണ്ടും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് രോഗമൊന്നുമില്ലെന്നാണ് പറയുന്നത് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ. ഇതെന്താണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴുള്ള ആ ഒരു ഇതാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് പൂർണ്ണമായിട്ടതൊരു സൗഖ്യമാകുന്നതിന് വേണ്ടി. തീർച്ചയായിട്ടും മിസ്റ്ററെ, അവരോട് പറഞ്ഞാൽ നമുക്ക് കൈവെക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇത്ര കർത്താവ് എന്നെ ആ വീട്ടിലേക്ക് അയച്ചതാണ്, കർത്താവിൻ്റെ തിരുമുറിവിൽ സൗഖ്യമാണ് പറഞ്ഞാൽ കർത്താവ് സൗഖ്യമാക്കും. കർത്താവ് നമ്മുടെ രോഗത്തെ വഹിച്ചു. അവരോട് അത് പറഞ്ഞു കൊടുക്കുക. പൂർണ്ണ സൗഖ്യം എന്നുള്ളത് അവരുടെ അവകാശമാണ്. ആ അവകാശം നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. തീർച്ചയായിട്ടും കർത്താവ് സൗഖ്യമാക്കും. നമ്മൾ ഒന്നിനെപ്പറ്റിയും ഭാരപ്പെടേണ്ട. എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ നന്നായി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ സിസ്റ്റർ. സിസ്റ്റർ രോഗികളുടെ അടുത്ത് ചെല്ലുക, അവരോട് പറയുക. ഇനി കേൾക്കാൻ പറ്റാത്ത വ്യക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കുക, അവരോട് പറയുക യേശു സൗഖ്യമാക്കിയിരിക്കുന്നു, കർത്താവിൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. ഇത് തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അത്ഭുതം ചെയ്യും. നമ്മുടെ തുടക്കത്തിൽ കേട്ടതുപോലെ സഹോദരി പ്രാർത്ഥിച്ചു, ആ രോഗം പിന്നെയും വന്നു, പിന്നെയും പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യത്തിലേക്കാണ് ഇടയെ തുറന്ന പോലെ പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. കർത്താവ് അത് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സമയത്തിൻ്റെ മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നു. കർത്താവ് നമ്മളെ സകലതും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹിക്കുന്നല്ലോ. ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് കാണുന്നതോടെ ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ഒത്തിരി ദൈവികമായ ആലോചനകളുടെയും കർത്താവിൻ്റെ കൂട്ടസാക്ഷ്യങ്ങളുടെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെയും പറഞ്ഞു, നിങ്ങൾ കഴിവതും വോയിസ് റെക്കോർഡുകളായിട്ട് സാക്ഷ്യങ്ങൾ അയയ്ക്കുക. പിന്നെ എനിക്കത് എത്തിപ്പെടാനുള്ള പരിമിതികളുണ്ട്. പിന്നീടായിരിക്കും ഞാനത് കാണുന്നത്, പിന്നീടായിരിക്കും എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് ലേറ്റായി പോയതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് ലിങ്കുകളിൽ കയറി സാക്ഷ്യം പറയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരിട്ട് സാക്ഷ്യം പറയാനുള്ള അവസരങ്ങൾ ഫെബ്രുവരിയിലുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് സാക്ഷ്യങ്ങൾ പറയാൻ അവസരങ്ങളുണ്ട്. കർത്താവ് അതിലേക്ക് നിങ്ങളെ സഹായിക്കും. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് ലൈവിൽ ഞാൻ പ്രാർത്ഥന ക്ലോസ് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നാളെ വീണ്ടും കാണാം.